ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ അവളുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട് ആവട്ടെ അവളുടെ കൂടെ പറയുന്നുണ്ട്, അടുത്തുള്ള ഒരു ധനികനാവട്ടെ വീട്ടുജോലിക്കാരികളെ തിരഞ്ഞെടുക്കാനായി ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്, വേഗം തന്നെ അവിടേക്ക് പോയി ആ ജോലിക്ക് ജോയിൻ ചെയ്തോളാനും പറയുന്നു. അവളാവട്ടെ ഫ്രണ്ടിനോട് ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, വേലക്കാരിയായിട്ടിരിക്കാനോ? ഞാൻ എത്രത്തോളം പഠിച്ചാണെന്നറിയാമോ? എന്റെ പഠിപ്പ് വെച്ച് ഞാനൊരു വേലക്കാരിയായിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ സാലറി ആവട്ടെ 20,000 ഉണ്ടെന്ന് അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അത് മതിയാവൂ എന്ന് ചോദിക്കുന്നുണ്ട്. 20,000 രൂപ ശമ്പളം ഉണ്ടെന്ന് കേട്ടപ്പോൾ അവൾ അവിടെ ചാടി പുറപ്പെടുന്നുണ്ട്. അവള് ഈ സമയത്ത് വിചാരിക്കുന്നുണ്ട്, ഏത് ജോലിയാണെങ്കിലും എന്താ, ശമ്പളമാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ ഇനി ഷെൻ ഫാമിലിയിലെ ജോലിക്കാരി താൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് അവൾ ആ വീട്ടിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട്. ഹീറോയുടെ സഹോദരനെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അയാൾ അവിടെ ഒരു പെൺകുട്ടിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എന്റെ മൂത്ത സഹോദരന്റെ എൻഗേജ്മെന്റ് ഇൻവിറ്റേഷൻ ഈ വീട്ടിലേക്ക് എടുത്തോണ്ട് വരാൻ തോന്നിയത്? എന്റെ സഹോദരനെ കൊണ്ട് നടക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്ന് നീ കരുതിയോ? ഇപ്പോൾ നമ്മുടെ കഥയിലെ ഹീറോ ആയ ഷെൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബോഡി ഗാർഡ്സിനോട് ആ സ്ത്രീയെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ബോഡി ഗാർഡ്സ് അവരെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കണ്ടോണ്ടിരുന്ന ഹീറോയിനാവട്ടെ നേരെ അവരുടെ മുൻപിലേക്ക് വന്നിട്ട്, ഹായ് സാർ, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് ജോയിൻ ചെയ്യാനായി വന്നയാണെന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇവിടെ ഒരു ജോലിക്കാരിയുടെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നു. ഹീറോയുടെ പേര് ഷെൻ എന്നാണ്, ഹീറോയുടെ സഹോദരന്റെ പേര് ടിയാൻ എന്നുമാണ്. അപ്പോൾ ഈ ടിയാൻ അവളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, തന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഞാൻ നിനക്ക് ജോലി തരാമെന്ന്. അങ്ങനെയാണോ? ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവള് ടിയാനോട് പറയുന്നുണ്ട്. എന്റെ ചേട്ടൻ ഷെന്നിനെ നീ നന്നായി തന്നെ നോക്കണം. നന്നായി നോക്കിയാണെങ്കിൽ നിനക്ക് ഇരട്ടി സാലറി തരുന്നതായിരിക്കും. ഡബിൾ സാലറിയോ? ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങളുടെ സഹോദരന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ജോലിയിൽ ജോയിൻ ചെയ്യുന്നു. ജോലിക്കാരി അവളുടെ മുറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പറയുന്നുണ്ട്, ഇനി മുതൽ എല്ലാ ജോലിയും അവള് തന്നെ നോക്കണമെന്നും ഷെൻ സാറിനെ നന്നായി നോക്കണമെന്നും അദ്ദേഹത്തിന്റെ കാലുകൾ എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കണമെന്നും അദ്ദേഹത്തിന്റെ ഹെൽത്ത് നന്നായി നോക്കണമെന്നും പറയുന്നു. അതൊക്കെ കേട്ടിട്ട് മുറിയിലേക്ക് പോയ അവളാവട്ടെ ഇനി നല്ലൊരു ജോലിക്കാരിയായി വർക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ സെറ്റിൽ ആവണമെന്ന് മനസ്സിൽ സന്തോഷത്തോടെ വിചാരിക്കുന്നു. ടിയാനാവട്ടെ ഷെന്നിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ ഇവിടെ ജോലിക്കായിട്ട് വന്ന എല്ലാ ജോലിക്കാരികളെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞു. ഈ പെൺകുട്ടിയെങ്കിലും അവളുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് അവനെ ഉപദേശിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഷെന്നാവട്ടെ മനസ്സില്ലാ മനസ്സോടെ തന്നെ അതിന് ഓക്കെയും പറയുന്നു. ടിയാൻ പോയതിനു ശേഷം ഹീറോ ആവട്ടെ അവളുടെ ഓരോ ചലനങ്ങളും ക്യാമറയിലൂടെ അവന്റെ ഫോണിൽ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഹീറോയിനാവട്ടെ അവനിങ്ങനെ അവളെ ടാബിലൂടെ വാച്ച് ചെയ്യുന്ന കാര്യം കണ്ടെത്തുന്നുണ്ട്. നടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് വീട് മൊത്തം ക്യാമറ വെച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ തന്നെ എന്റെ കഴിവെന്താന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവളെ നേരെ ചെന്ന് അവന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട്, എന്നെ കണ്ടു കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ഒന്നും പറയാതെ ഒരിടത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അവള് പറയുന്നുണ്ട്, മസാജ് ചെയ്യാനുള്ള നേരമായി, നമുക്ക് മസാജ് ചെയ്യാൻ പോയല്ലോ എന്ന്. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ അവിടെ നിന്ന് അവൻ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ അവളുടെ കാലുകൊണ്ട് ആ വീൽ ചെയറിന്റെ ടയർ തടഞ്ഞു നിർത്തുന്നു. മസാജ് ചെയ്യാതെ അവനെ അവിടെ നിന്ന് വിടില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവൾ ഒരിടത്തേക്ക് പോയിരുന്ന് അവന്റെ കാൽ അവളുടെ മടിയിലേക്ക് വെച്ച് അവന്റെ പാൻസ് കുറച്ചൊന്ന് മാറ്റുമ്പോഴാവട്ടെ കാലിലാണെങ്കില് ഒരുപാട് മുറിവുകൾ കണ്ട് ഷോക്കാവുന്നു. ഇത് കണ്ടിട്ട് ഹീറോ ആവട്ടെ, എന്താ നിനക്കിത് കണ്ടിട്ട് ഭയമാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇതിലും എത്രയോ വലിയ മുറിവുകൾ ഉണ്ടാവുന്നവരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, തനിക്ക് ഇതിലൊന്നും ഭയവുമില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, വെറുതെ നീ നടിക്കാനൊന്നും നോക്കണ്ട. ഇവിടെ വന്ന് ഒരുപാട് വേലക്കാരികളും എന്റെ കാല് കണ്ട് ഭയന്ന് ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടുള്ളവരാണെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഓടിയൊന്നും പോകത്തില്ല, എന്റെ കഴിവിന്റെ പരമാവധി നിങ്ങളെ സുഖപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ് അയാളുടെ കാല് മസാജ് ചെയ്തു കൊടുക്കുന്നു. ഈ കാഴ്ചകളൊക്കെ ഫോണിലൂടെ ടിയാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ജോലിക്കാരിയെ കിട്ടാൻ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ ആശ്വസിക്കുന്നുണ്ട്. എന്നാൽ ടിയാനെ കാണാൻ അവിടെ 1-2 പേര് ഫയൽസുമായി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അവനാവട്ടെ അവരെ ഒന്നും വകവയ്ക്കാതെ ഹീറോയിനെ നോക്കിയിട്ട്, എന്റെ ദൈവമേ, എന്റെ സഹോദരനെ എങ്ങനെങ്കിലും ഒന്ന് സുഖപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവരാവട്ടെ ഇത് ഇപ്പോഴൊന്നും തീരുന്ന മട്ടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ ശാന്തമായി അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരാവട്ടെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടിയാണെന്നും അവൾക്ക് താൻ റിവാർഡ് നൽകാൻ പോവുകയാണെന്നും. അതിനുശേഷം അയാൾ അവിടെ ഷെന്നിനെ വിളിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഇവിടെ ജോലി ചെയ്യുന്നതിന് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചതെന്ന് ചോദിച്ച് ഹീറോ ദേഷ്യത്തോടെ തന്നെ കോള് കട്ട് ചെയ്യുന്നു. റൂമിലിരുന്ന ഹീറോയിനാവട്ടെ തന്റെ മൊബൈലിലൂടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരുപാട് പണം എത്തിയതായി കണ്ട് ആകെ സന്തോഷവതിയാവുന്നുണ്ട്. ഞാൻ ഇനി പണക്കാരിയാവാൻ പോവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അവൾക്ക് സന്തോഷം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ഷെന്നിനെ ഒന്ന് എഴുന്നേറ്റ് നടത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു വീട് തന്നെ കെട്ടാൻ സാധിക്കുമല്ലോ എന്ന് ഓർത്ത് അവള് സന്തോഷവതിയാവുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവന്
ചിക്കനും മീനും ഒക്കെ വെച്ച് നന്നായി തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവന്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവനാവട്ടെ അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. താൻ മീൻ കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല എന്നൊക്കെ അവളോട് പറയുന്നു. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഞാനും ഇതൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്നയാ, ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സാ, ഇതൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല, ഇതൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞവനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും താനിതൊന്നും കഴിക്കില്ല, തനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൾക്കാവട്ടെ വല്ലാതെ വിഷമമാവുന്നുണ്ട്. കാരണം അവന് വേണ്ടി ഒരുപാട് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്ത ഫുഡ് ഐറ്റംസ് അല്ലേ അതൊക്കെ. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവളവിടെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ചേട്ടന് ഞാൻ ഈ ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്ന്. തൻ്റെ ചേട്ടന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് തന്നെ കണ്ടാൽ മതിയാവും, പിന്നെ മുഖം തിരിച്ചു പോവുമെന്ന് അവൻ അവളോട് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അവൾക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കാണുമ്പോൾ അവനത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അവനാവട്ടെ ഒറ്റയിരിപ്പിനിരുന്ന് ആ ഭക്ഷണമെല്ലാം കാലിയാക്കുന്നുണ്ട്. അവൻ അവളോട് പറയുന്നുണ്ട്, നിന്റെ കുക്കിംഗ് വളരെ നന്നായിട്ടുണ്ടെന്നും ഞാൻ ഇനി മുതൽ നിന്റെ ഫുഡിന് അടിമയാണെന്നും പറയുന്നു. അതൊക്കെ എവിടെ നിൽക്കട്ടെ, നിന്റെ ചേട്ടനെ എങ്ങനെ ആഹാരം കഴിപ്പിക്കുമെന്ന് പറ. എന്തെങ്കിലും ഒരു ഐഡിയ നിന്റെ പക്കലുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്റെ സഹോദരൻ ഒരു പൂച്ചയെ പോലെയാണ്. ചിലപ്പോൾ നമ്മൾ ആഹാരം അങ്ങോട്ട് കൊണ്ടുവച്ചെടുത്താലും അപ്പോൾ തന്നെ കഴിക്കണമെന്നില്ല, തോന്നുമ്പോഴായിരിക്കും കഴിക്കുന്നത്. അതുമാത്രമല്ല അവന് ചില ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചേട്ടനെ എങ്ങനെ കഴിപ്പിക്കണമെന്നുള്ള ഐഡിയ നിനക്ക് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വളരെ സന്തോഷത്തോടെ തന്നെ, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, മിസ്റ്റർ ഷെന്നിനെ എങ്ങനെ കഴിപ്പിക്കണമെന്നുള്ള പദ്ധതിയൊക്കെ ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നവൾ പറയുന്നു. പിറ്റേ ദിവസം ഉറക്കമുണർന്നു വരുന്ന ഹീറോയിൻ ആവട്ടെ ഹീറോയെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിശക്കുന്നൊന്നുമില്ല, നീ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയെന്ന് ദേഷ്യത്തോടെ തന്നെ അവളുടെ പറയുന്നുണ്ട്. ഇത് കേട്ട് അവള് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ ആഹാരം പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ ആഹാരം എടുത്തുകൊണ്ടുവന്ന് അവന്റെ മുഖത്തേക്കൊന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ മുമ്പിൽ വെച്ച് തന്നെ കൊതിയോടെ കഴിക്കുന്നുണ്ട്. അങ്ങനെ സമയം ഒരുപാട് കഴിഞ്ഞു പോകുന്നു. ഹീറോയ്ക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു. വിശപ്പ് കാരണം അവിടെ നിന്ന് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് തിരിയുമ്പോൾ ഹീറോയിൻ ആവട്ടെ അവനെ തടഞ്ഞിട്ട്, നിങ്ങൾ എവിടെ പോവുകയാ, ഞാൻ കഴിക്കുന്ന ലോലിപോപ്പ് വളരെ ടേസ്റ്റിയാ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് അവന്റെ വായിലേക്കും ഒരു ലോലിപോപ്പ് വെച്ചു കൊടുക്കുന്നു. അവനാവട്ടെ ആ ലോലിപോപ്പ് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അവൻ ഓൾറെഡി നല്ല വിശപ്പിലിരിക്കുകയാണല്ലോ. ഹീറോയുടെ കാലവൾ ഈ സമയത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലോലിപോപ്പ് എന്റെ ഫേവറേറ്റ് ആണെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നും അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, ഇത് ഫ്രിഡ്ജിലിരുന്ന ലോലിപോപ്പുകളാണോ എന്ന്. അതെ, ഫ്രിഡ്ജിന്റെ ഏറ്റവും താഴത്തെ തട്ടിലാവട്ടെ ഒരു കൂട്ടം ലോലിപോപ്പുകൾ ഉണ്ടായിരുന്നു. ഞാൻ കരുതിയിരുന്നത് നിങ്ങൾക്ക് സ്വീറ്റ്സ് ഇഷ്ടമല്ല എന്നാണെന്നാണ്. പെട്ടെന്ന് തന്നെ ഹീറോ അത് വായിന്ന് പുറത്തെടുത്തിട്ട്, നീ അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയോ എന്ന് ചോദിക്കുന്നു. ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഈ ലോലിപോപ്പ് പോലുള്ള സ്വീറ്റ്സ് ഒക്കെ ലാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അവൾ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന്. 25 വയസ്സായി എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവളാവട്ടെ വല്ലാതെ ഷോക്കാവുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ ലോലിപോപ്പിന്റെ എക്സ്പയറി കഴിഞ്ഞതാണെന്ന്. അവളാവട്ടെ ഉടനടി തന്നെ അവനോട് സോറി പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ആദ്യം തന്നെ അവന്റെ വായ കഴുകിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാനായി ആവശ്യപ്പെടുന്നു. എക്സ്പയറി കഴിഞ്ഞ ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ തനിക്കും വല്ല ഫുഡ് പോയിസൺ വരുമോ എന്ന് അവൾ അവനോട് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും പറയുന്നുണ്ട്, നീ ഇങ്ങനെ ശബ്ദം വെക്കാതെ, കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന്. അതിനുശേഷം അവള് സമാധാനത്തോടെ തന്നെ ഇരുന്ന് അവന്റെ കാല് മസാജ് ചെയ്യുമ്പോൾ അവള് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലും ഇങ്ങനെ കഴിക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഷെൽഫ് ലൈഫ് ഒന്നും നോക്കാറില്ല എന്ന്. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഇനി മേലാലും ഇങ്ങനെ എക്സ്പയറി കഴിഞ്ഞ ഫുഡ് തന്നെ കൊണ്ട് തീറ്റിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അവളെ ജീവനോടെ വെച്ചേക്കില്ല എന്ന്. അവൾ ഇനിയൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവള് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് അവൻ കഴിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോഴും അവൻ വീണ്ടും അത് നിരസിക്കുന്നുണ്ട്. രാത്രിയിലെ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത ഹീറോ ആവട്ടെ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം പതുക്കെ വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്നുണ്ട്. അപ്പോഴാണ് അതിലൊരു പാത്രം ചിക്കൻ റൈസ് കാണാൻ ഇടവരുന്നത്. ആഹാരത്തിന് വേണ്ടിയിട്ട് അവൻ എന്തായാലും ഫ്രിഡ്ജ് തുറക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതിനോടൊപ്പം ഒരു ചെറിയ നോട്ടും എഴുതി വെച്ചിരുന്നു. മൈക്രോവേവില് ചൂടാക്കി എടുത്താൽ മതിയാവുമെന്നായിരുന്നു ആ നോട്ടിലുണ്ടായിരുന്നത്. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ തന്നെ അവൻ പ്രിപ്പയർ ചെയ്ത് നല്ല ആസ്വദിച്ച ചിക്കൻ കഴിക്കുന്നുണ്ട്. ടിയാനാവട്ടെ ഈ രംഗങ്ങളെല്ലാം ഫോണിലൂടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനാവട്ടെ വിഷമവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. കാരണം അവന്റെ സഹോദരൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത്. അവനാവട്ടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ആ വേലക്കാരിയുടെ കയ്യിൽ എന്തോ മാജിക് ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഇത്രയും നാളും വാശി പിടിച്ചിരുന്ന ആള് ഇപ്പോൾ അവള് പാകം ചെയ്ത ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ ഓർക്കുന്നുണ്ട്.
രാവിലെ ഹീറോയിൻ എഴുന്നേറ്റ് നോക്കുമ്പോഴാവട്ടെ അവളുടെ അക്കൗണ്ടിലേക്ക് ടിയാൻ കുറേയധികം പണം അയച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഹീറോയെ കൊണ്ട് ചിക്കൻ കഴിപ്പിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഹീറോയിനാവട്ടെ വല്ലാതെ സന്തോഷവതിയാവുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും 50,000 രൂപ വെച്ച് ആ പയ്യൻ ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നും ഇതുപോലെ പണം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അവളാവട്ടെ പെട്ടെന്ന് തന്നെ ജോലിക്ക് റെഡിയായിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുന്നു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാവട്ടെ ആ ന്യൂഡിൽസ് പകുതിയും കഴിച്ചതായി കാണുന്നുണ്ട്. അത് ഹീറോ തന്നെയാണ് കഴിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഫ്രിഡ്ജിന്റെ മുകളിലായിട്ടാവട്ടെ ഒരു ലെറ്ററും കൂടെ ഉണ്ടായിരുന്നു. ഹീറോ പറയുന്നുണ്ട് തനിക്ക് ഏത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയാലും അതിന്റെ കൂടെ ചിക്കനും കൂടി ചേർത്ത് ഉണ്ടാക്കി തരണം, തനിക്കത് വളരെ ഇഷ്ടമാണെന്ന് എഴുതിയിരുന്ന ഒരു ലെറ്റർ ആയിരുന്നു അവൻ അവിടെ വെച്ചിരുന്നത്. അവള് വേഗത്തിൽ തന്നെ അവന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ അവള് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചിക്കനൊക്കെ വെച്ചുള്ള ഡിഷസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതെന്ന്. ഇപ്പോൾ ഹീറോയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഡോക്ടർ അയാളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ പെൺകുട്ടി നിങ്ങളുടെ പുതിയ വേലക്കാരിയാണോ എന്ന് ഡോക്ടർ അയാളോട് ചോദിക്കുമ്പോൾ അതേ എന്ന് ഹീറോ പറയുന്നുണ്ട്. പെണ്ണിന്റെ കാലാവട്ടെ ഡോക്ടർ നോക്കുന്നുണ്ട്. അവന്റെ കാലിന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് ഡോക്ടർ അതിശയത്തോടെ പറയുന്നു. നീ നല്ല ജോലി തന്നെയാണ് ചെയ്യുന്നേ എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഡോക്ടർ അവളോട് പറയുന്നുണ്ട് അവന്റെ ഫുഡിന്റെ കാര്യവും അതുപോലെ എക്സസൈസിന്റെ കാര്യമൊക്കെ നന്നായി നോക്കണമെന്നും നന്നായി ഫുഡ് കഴിച്ചാൽ മാത്രമേ അവന്റെ കണ്ടീഷൻ പെട്ടെന്ന് ബെറ്റർ ആവൂ എന്നും പറയുന്നു. എന്നെ വേഗത്തിൽ നടക്കാനായിട്ട് എന്താണ് ഒരു മാർഗം, അതിന് താൻ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്. അവൻ എന്തായാലും എഴുന്നേറ്റ് നടക്കും, പക്ഷെ അതിന് കുറച്ച് സമയം പിടിക്കുമെന്ന് അയാൾ പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്നാലും എൻ്റെ കൂടെ പറ, ഇത്രയും പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് നടക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന്. അപ്പോൾ ഡോക്ടർ ആവട്ടെ പറയുന്നുണ്ട് ആദ്യം നീ നിന്റെ വായടച്ച് ഈ വിവരങ്ങളൊന്നും പുറത്തു വിടാതിരുന്നാൽ മതി, താനേ അവൻ റിക്കവർ ആയിക്കോളുമെന്ന്. ഹീറോയിനും പറയുന്നുണ്ട് ഞാനിവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും വെളിയിൽ പറയില്ല എന്ന്. ഈ സമയത്ത് അയാൾ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നീ അവനെ നന്നായി പരിചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിനക്ക് എക്സ്ട്രാ സാലറി ഒക്കെ തരുന്നതായിരിക്കുമെന്ന്. ഇത് കേട്ട ഹീറോയിൻ അവിടെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഷെന്നിന്റെ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നു. അതിനുശേഷം ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം അവന്റെ ഒരു ഫ്രണ്ട് ജിയാങ് ആവട്ടെ അവനെ കാണാനായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയാളെ അകത്തേക്ക് കടത്തി വിടണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവനാവട്ടെ അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവൾ അയാളെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. ഈ വീട്ടിൽ പുതിയതാണോ എന്ന് അവൻ അവളോട് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ പുതിയ വേലക്കാരിയാണെന്ന്. വേലക്കാരിയായിരുന്നോ എന്ന് അവനൊന്ന് ചോദിച്ചിട്ട് പുച്ഛത്തോടെ തന്നെ അവളെ മറികടന്ന് അകത്തേക്ക് പോകുന്നു. അകത്തെന്താണ് നടക്കുന്നതെന്ന് കേൾക്കാനായി അവള് ചെവികോർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയ്ക്ക് അവളുടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് അറിയാനായി അവൾ അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അകത്തേക്ക് ചെല്ലുമ്പോഴാവട്ടെ അയാളെ ഹീറോയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബോർഡ് മെമ്പേഴ്സിനെയൊക്കെ വീഡിയോ കോളിലൂടെ വിളിച്ചിട്ട് അയാൾ പറയുന്നുണ്ട് കണ്ടില്ലേ, ഷെൻ കമ്പനിയിലെ പ്രസിഡന്റിന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല, ഇങ്ങനെ ഒരാൾ എങ്ങനെയാണ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത്, ഇവനെ കൊണ്ട് അവന്റെ കാര്യമോ അതോ കമ്പനിയുടെ കാര്യം പോലും നേരെ ചൊവ്വേ നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹാസത്തോടെ അയാൾ സംസാരിക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്. അവനോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നത് കൊണ്ട് തന്നെ ഹീറോയുടെ മുൻപിലേക്ക് കയറി ഇന്ന് ആ യുവാവിനെ തള്ളി മാറ്റുന്നുണ്ട്. അപ്പോഴയാളും പറയുന്നുണ്ട് നീ ഒരു വേലക്കാരിയില്ലേ, എന്നെ തടയാൻ നിനക്ക് ഇത്ര ധൈര്യമൊന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനാവട്ടെ ഹീറോയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് എമർജൻസി ബട്ടൺ എവിടെയാണെന്ന് ചോദിക്കുന്നു. ഹീറോ അത് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അവൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബോഡി ഗാർഡ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബോഡി ഗാർഡ്സിനോട് ഇവനെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കണമെന്നും അവൻ ഹീറോയുമായി പ്രശ്നമുണ്ടാക്കുകയാണെന്നും ഹീറോയിൻ ആരോപിക്കുന്നു. ഹീറോ ആവട്ടെ അത് ശരിയാണെന്ന മട്ടിൽ തല ഉലുക്കുന്നു. അങ്ങനെ ബോഡി ഗാർഡ്സ് അവനെയും പൊക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവനെ വീട്ടിലെ വെളിയിലേക്ക് ആക്കുന്ന സമയം കൊണ്ട് ഹീറോയിൻ ആവട്ടെ അവനൊരു ചവിട്ടം കൊടുക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയം കൊണ്ട് തന്നെ നടന്ന പ്രശ്നങ്ങളൊക്കെ ടിയാനെ വിളിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ ജിയാങ് അവിടെ വന്നിട്ട് തനിക്ക് കാലിന് ആരോഗ്യശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്പനിയിലെ പ്രസിഡന്റ് ആയിരിക്കാൻ യോഗ്യതയില്ല എന്നൊക്കെ ബോർഡ് മെമ്പേഴ്സിനോട് അവൻ പറഞ്ഞിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം, കമ്പനി നമ്മുടെ കയ്യിൽ നിന്ന് പോകരുതെന്നും ടിയാനോട് അവൻ പറയുന്നു. ടിയാനും അതിന് ഓക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനാവട്ടെ തറയിൽ കിടക്കുന്ന ബുക്സും ഫയൽസും ഒക്കെ എടുത്ത് ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടല്ലേ അയാളെ അകത്തേക്ക് കയറ്റിവിട്ടത്, ഫ്രണ്ട്സുകൾക്കിടയിൽ എന്താണ് പ്രശ്നമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ തന്നെയാണ്, പക്ഷേ കമ്പനിയിലെ ബോർഡ് മെമ്പേഴ്സിൽ ഒരു അംഗമാണ് അവൻ. എന്റെ പൊസിഷന് വേണ്ടിയിട്ട് അതായത് സിഇഒയുടെ പൊസിഷനിൽ അവന് ഒരു കണ്ണുണ്ടെന്ന് പറയുന്നു. അവൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് പോലും എങ്ങനെയാണ് നിങ്ങളുടെ പൊസിഷനിൽ അവന് കണ്ണുവെക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? നിങ്ങൾ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് നന്നായി ആഹാരം കഴിച്ച് എക്സസൈസ് ചെയ്ത് നിങ്ങളുടെ ഹെൽത്ത് വീണ്ടെടുക്കാൻ നോക്കൂ. ഞാൻ എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് കരുതിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്, എന്നാൽ ഇടയ്ക്ക് ഇതുപോലെ ഓരോന്ന് കയറി വന്നോളൂല്ലോ, അതൊക്കെ കുളമാക്കാൻ. ഇത് കേട്ടപ്പോൾ ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടോ എന്ന്.
ഇപ്പോൾ എന്നെ സന്തോഷപ്പെടുത്താനായിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഹീറോ ഇങ്ങനെ കുതിരയെ ഓടിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ താഴെ കിടക്കുന്ന കാണുന്നു. ഇത് കണ്ട് അവൾക്കാവട്ടെ അവന് കുതിര സവാരി വലിയ ഇഷ്ടമാണെന്ന് കരുതിയിട്ട് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാമെന്ന് കരുതുന്നു. അവിടെ ചെന്ന മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അവൻ സന്തോഷവാനാവുകയും അതുപോലെ തന്നെ അവന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവുമെന്നൊക്കെ അവൾ വിചാരിക്കുന്നുണ്ട്. അവളാവട്ടെ അവനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോയാലോ എന്ന്. ഇത് കേട്ട് അവനാവട്ടെ അവന്റെ പഴയ കാര്യങ്ങളാണ് ഓർക്കുന്നത്. അവൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവന്റെ അച്ഛനോട് അവനെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് കൊണ്ടുപോകുന്നു ചോദിക്കുമ്പോൾ അവന്റെ അച്ഛൻ അതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അവൻ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണെന്നും ബിസിനസ്സിൽ മാത്രമായിരിക്കണം അവന്റെ ശ്രദ്ധയെന്നും പറഞ്ഞ് അവനെ അമ്യൂസ്മെന്റ് പാർക്കിലേക്കൊന്നും കൊണ്ടുപോകില്ലായിരുന്നു. എന്നിരുന്നാലും ഹീറോ ആവട്ടെ അവളുമായി അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഓരോ സ്ഥലവും ചുറ്റി കാണിക്കുന്നുണ്ട് അവനെ. ഈ സമയത്ത് ഷെന്നിന്റെ അടുത്ത് വന്ന 2 കുട്ടികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയറിലിരിക്കുന്നത്? കുറച്ചു നേരത്തേക്ക് ഞങ്ങൾക്ക് ഈ ചെയർ കളിക്കാനായി തരുമോ എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് ഹീറോയിനാവട്ടെ അവരെ പറഞ്ഞു തിരിക്കുന്നുണ്ട്. അങ്കിളുടെ ചെയറൊന്നും അങ്ങനെ കളിക്കാനായിട്ട് ചോദിക്കല്ലേ, നിങ്ങൾ രണ്ടുപേരും പോയി കളിക്ക് എന്ന് പറഞ്ഞ് അവൾ അവരെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ കൊച്ചു പെൺകുട്ടിയാവട്ടെ ചെയർ വേണമെന്ന് വാശി പിടിക്കുന്ന കണ്ടിട്ട് ഷെന്നു പറയുന്നുണ്ട്, അമ്യൂസ്മെന്റ് പാർക്കിൽ ചുറ്റിക്കാണാനല്ലേ വന്നത് എന്നും പറഞ്ഞ ചെയർ ആ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവൻ അവിടെയുള്ള ഗെയിംസ് ഒക്കെ കളിക്കാനായി പോകുന്നുണ്ട്. ഷെൻ അതൊക്കെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിനാവട്ടെ അവന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെയൊക്കെ ചുറ്റിക്കണ്ടതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ഹീറോ ആവട്ടെ വളരെ സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഹീറോയിനാവട്ടെ അവനോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അമ്യൂസ്മെന്റ് പാർക്കിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വല്ലാതെ ചിരിക്കുന്നുണ്ടായിരുന്നു. അവളാവട്ടെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, ബോസ് നിങ്ങൾ ദിവാസ്വപ്നം കാണുകയാണോ? നിങ്ങൾ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി നിങ്ങൾക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഷെന്നാവട്ടെ അവളെ വളരെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസം അവൾ കാരണമാണല്ലോ ഇത്രയും സന്തോഷത്തോടെ ഇരുന്നേന്ന് ആലോചിച്ചിട്ട്. ടിയാനാവട്ടെ ഈ സമയത്ത് എന്നെ കൊണ്ട് പറ്റത്തില്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ ടയേർഡായി സോഫയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ എന്താ കാര്യമെന്ന് വന്ന് അവനോട് അന്വേഷിക്കുന്നുണ്ട്. 3 ദിവസമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടില്ല, കമ്പനിയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്നു, വെറും 10 മിനിറ്റ് മാത്രമാണ് ഞാൻ ഉറങ്ങിയത് എന്ന് ഞാൻ വിഷമത്തോടെ പറയുമ്പോൾ ഹീറോ ആവട്ടെ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്ന മട്ടിൽ തന്നെ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കാല് പെട്ടെന്നൊന്ന് ശരിയാക്കി കമ്പനിയിലേക്ക് മടങ്ങി വരാൻ അവൻ തൊഴുതുകൊണ്ട് ആവശ്യപ്പെടുന്നു. ടിയാന്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് കരുതി ഹീറോയിൻ 2 ചോക്ലേറ്റ് അവന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് അവളുടെ കയ്യിലുള്ള ചോക്ലേറ്റില് കവറ് മാത്രമേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിലെ ചോക്ലേറ്റ് ആരാ കഴിച്ചത്, കവറ് മാത്രം ബാക്കി വെച്ചിട്ടെന്ന് ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്. ഹീറോ ആയിരുന്നു ആ ചോക്ലേറ്റ് കഴിച്ചിരുന്നത്. ഹീറോ ആവട്ടെ ഒന്നും അറിയാത്ത മട്ടിൽ തന്നെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ടിയാനാവട്ടെ ഈ സമയത്ത് ഹീറോയുടെ ഫോട്ടോ കാണുന്നുണ്ട്. ഈ ഫോട്ടോ എപ്പോഴെടുത്തതാണെന്ന് ടിയാൻ അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയായിരുന്നു, അവിടെ വെച്ച് എടുത്തയാണെന്ന്. അപ്പോൾ ടിയാൻ ചോദിക്കുന്നുണ്ട്, എന്നെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ തോന്നിയെന്ന്. അതിനുശേഷം ഹീറോ എടുത്തവൻ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ എനിക്കും വീൽ ചെയറിലിരിക്കാൻ കൊതിയാവുന്നു, നിങ്ങളെ എത്ര നന്നായിട്ടാണ് ഈ പെൺകുട്ടി നോക്കുന്നേ എന്നൊക്കെ. അപ്പോൾ ഷെന്നും പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, എന്റെ കാല് ശരിയായതിനു ശേഷം നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കാം, അപ്പോൾ നിന്റെ വിഷമം മാറുന്നതായിരിക്കും എന്ന് ഹീറോ പറയുമ്പോൾ ഹീറോയിനാവട്ടെ സന്തോഷത്തോടെ തന്നെ വീക്കെൻഡില് നാളെ എനിക്ക് ലീവ് കിട്ടുന്ന ദിവസമാണല്ലോ എന്ന് ഓർത്തിട്ട് അവള് വളരെ സന്തോഷത്തോടെ തന്നെ അകത്തേക്ക് കയറി പോകുന്നു. ടിയാനാവട്ടെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴാ ഓരോ കാര്യങ്ങളുമായിട്ട് അവള് കയറി വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ മേലേക്ക് തല ചായ്ച്ചു കിടക്കുന്നു. പിറ്റേ ദിവസം അവൾക്ക് ലീവ് ആയതുകൊണ്ട് തന്നെ അവളുടെ പേരൻസിനെ കാണാനായി അവൾ പോകുന്നുണ്ട്. അവളുടെ അച്ഛനാവട്ടെ ബ്ലൈൻഡ് ആയിരുന്നു. അവരിരുവരും അവളോട് പറയുന്നുണ്ട് ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നും അവളെ കാണാതെ വല്ലാതെ വിഷമിച്ചു എന്നും. ഇത് കേട്ട് അവള് പറയുന്നുണ്ട് താൻ ഷെൻ കുടുംബത്തിലെ ഒരു ജോലിക്കാരിയായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയെന്നും തനിക്ക് നല്ല ശമ്പളം തരുന്നുണ്ടെന്നും പറയുന്നു. അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നീ വേലക്കാരിയായിട്ടൊന്നും ജോലി ചെയ്യേണ്ട കാര്യമില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, നിന്നെ കാണാതെ ഞങ്ങൾക്കിവിടെ സമാധാനമായി ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, അവർ 2 തീരെ എനിക്ക് ബോണസായിട്ട് കുറേയധികം പണം തന്നതാണെന്നും ഞാൻ സാറിന് ഇഷ്ടമുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു, സാറുമായിട്ട് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയി എന്ന് പറയുന്ന കേട്ടപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, ശരി നീ നിന്റെ ജോലിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങി വീട്ടിലേക്ക് വരാൻ പറയുന്നു. ഹീറോയിനും അവളുടെ അമ്മയോട് ഓക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ടിയാനെയാണ് കാണിക്കുന്നത്. അവൻ ഒരുമാതിരി അവന്റെ ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഹീറോയ്ക്ക് ഹീറോയിനെ ഇഷ്ടപ്പെട്ടു പോയോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഒരു വേലക്കാരികളെയും അവൻ അടുപ്പിക്കാറില്ലായിരുന്നല്ലോ, ഇപ്പോൾ അവള് നല്ല വേലക്കാരിയാണെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവനിനി വല്ല ഇഷ്ടവും തോന്നിയോ എന്നൊരു സംശയം ടിയാന് തോന്നുന്നുണ്ട്.
ടിയാനാവട്ടെ നേരിട്ട് തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ജോലിക്കാരികളെ ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പോൾ വന്ന പെൺകുട്ടി നല്ല ജോലിക്കാരിയാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അവൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം വെച്ച് തരും, നിങ്ങളുടെ കാല് മസാജ് ചെയ്ത് തരും, നിങ്ങളെ പുറത്തൊക്കെ കൊണ്ടുപോകും. എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ അവളെ ഫോണിലൂടെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് ഹീറോ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഷെന്നും പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾക്കും അവളുടേതായിട്ടുള്ള പ്രൈവസി വേണം, അതുമല്ല ഇന്ന് ഓഫ് ഡേ അല്ലേ, സമയമാകുമ്പോൾ അവൾ ഇങ്ങി വന്നോളുമെന്നും ഹീറോ പറയുന്നു. ഞാനും അതിന് ഓക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ജോലിക്കാരെ കൊണ്ട് ഓവർ ടൈം ജോലി എടുപ്പിച്ചിട്ട് അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നത് തീർത്തും മോശകരമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ഹീറോ പറയുന്നു. ചേട്ടൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ടിയാനാവട്ടെ നേരെ ഹീറോയിനെ വിളിച്ചിട്ട് ഓവർ ടൈമായിട്ട് ഒരു ദിവസം ജോലി ചെയ്യുന്നതിന് അവൾക്ക് 3 മടങ്ങ് ഇരട്ടി ശമ്പളം നൽകാമെന്ന് പറയുന്നു. ഉടനടി ഹീറോയിനാവട്ടെ ദാ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ഇത് കേട്ട ഹീറോയ്ക്കും ചിരി വരുന്നുണ്ട്. അങ്ങനെ ഹീറോയുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഉടനെ തന്നെ അവളുടെ ഫോണിലേക്ക് 50,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് ടിയാൻ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് അവള് വീണ്ടും സന്തോഷവതിയാവുന്നുണ്ട്. അവള് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വന്നിട്ട് 5 ദിവസമേ ആയുള്ളൂ, 50,000 രൂപ വെച്ച് ദിവസവും തന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനുള്ളിൽ എത്ര പണക്കാരിയാവാൻ പോവുകയാണ്, എങ്ങനെയായാലും അയാളുടെ കാല് ശരിയാക്കി കൊടുക്കണമെന്ന് തന്നെ അവള് മനസ്സിലുറപ്പിക്കുന്നു. പണത്തിന് വേണ്ടിയിട്ടാണ് ഹീറോയെ പെട്ടെന്ന് തന്നെ ഭേദമാക്കണമെന്ന് അവൾ കരുതുന്നത്. അടുത്ത ദിവസം ഹീറോയെ കൂട്ടിക്കൊണ്ട് അവൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവനാവട്ടെ അവളുടെ കൂടെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുവന്ന് ഡിന്നർ വാങ്ങിച്ചു തരുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ വലിയ പണക്കാരിയായിരിക്കുകയാണ്, നിങ്ങൾ കാരണമാണ് ഞാൻ പണക്കാരിയാവാൻ പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും 50,000 രൂപ കണ്ടിട്ടേയില്ല, നിങ്ങൾ കാരണമല്ലേ ഈ സൗഭാഗ്യമൊക്കെ എനിക്കുണ്ടായി, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചെറിയ ട്രീറ്റ് ഇരിക്കട്ടെ. ഇവിടെ ഒരുപാട് ആക്ടേഴ്സും മോഡൽസും ഒക്കെ വരുന്ന റെസ്റ്റോറൻ്റ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിലുള്ള ഫുഡ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തോളാൻ അവൾ പറയുന്നു. ഈ സമയത്ത് ഒരു വെയിട്രസ് വന്നിട്ട് നിങ്ങളുടെ ടേബിളിനടുത്തേക്ക് ഡാൻസേഴ്സിനെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വേണമെന്ന് തന്നെ പറയുന്നു. അങ്ങനെ 2 സുന്ദരികളായ പെൺകുട്ടികൾ വന്ന് അവിടേക്ക് വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. ആ 2 പെൺകുട്ടികളാവട്ടെ ഹീറോയിനെ അവിടെ എവിടെയും തടവി അവൾക്ക് ആഹാരമൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അവൾ ആ സ്ത്രീകളുമായി ഇന്റിമേറ്റ് ഗസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. നിനക്ക് പെൺകുട്ടികളെ വളരെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇത്രയും സുന്ദരികളായ പെൺകുട്ടികളെ ആർക്കാണ് ഇഷ്ടമാവാതിരിക്കുക. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊരു പെൺകുട്ടിയായി ജനിച്ചു, എനിക്കും നിങ്ങളെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനേ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഇത് കേട്ട് അവനവിടെ ചെറിയ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് നടക്കാൻ സാധിക്കത്തില്ലെന്നേ ഉള്ളൂ, മറ്റ് എല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. ശരി ശരി, നിങ്ങൾ ദേഷ്യപ്പെടണ്ട എന്ന് ഹീറോയിൻ പറയുന്ന സമയത്ത് തന്നെ ബില്ലുമായിട്ടൊരു വെയിട്രസ് അങ്ങോട്ടേക്ക് വരുന്നു. ബില്ലിനകത്താണെങ്കിൽ 10,000 രൂപയാണ് അടിച്ചിരിക്കുന്നത്. ഹീറോയിൻ അവിടെ വല്ലാതെ ഷോക്ക് ആവുന്നു. നിങ്ങൾ തെറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണോ എന്ന് ആ വെയിട്രസിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇല്ലില്ല, നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന് 3,000 രൂപയും ബാക്കി ഈ ടേബിളിൽ വന്ന് ഡാൻസ് കളിച്ച പെൺകുട്ടികൾക്കാണെന്നും പറയുന്നു. ഹീറോ അവിടെ അതൊന്നും കുഴപ്പമില്ല, താൻ തന്നെ ബില്ലടച്ചോളാം എന്ന് പറഞ്ഞ് കാർഡ് നോക്കുമ്പോൾ അവൻ കാർഡ് വീട്ടിൽ വെച്ച് മറന്നിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ കാർഡ് മറന്നു വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഹീറോയിൻ അവിടെ അവള് പേ ചെയ്യാനായിട്ട് ഫോൺ നോക്കുന്നുണ്ട്. ഫോൺ അവളുടെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കി അവൾ അവിടെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്റെ ഫോൺ എവിടെയാണെന്ന്. ഹീറോ അവിടെ അതിശയത്തോടെ അവളെ നോക്കുന്നുണ്ട്. അവളുടെ ഫോൺ എവിടെ പോയെന്ന് അവനെങ്ങനെ മനസ്സിലാവാന്. അങ്ങനെ ഹീറോയിൻ അവിടെ ഫോൺ ചിലപ്പോൾ കാറിലായിരിക്കാമെന്ന് കരുതി കാറിലേക്ക് പോയി എടുക്കാമെന്ന് കരുതുന്നു. എന്നാൽ വെയിട്രസ് ആവട്ടെ അതിന് സമ്മതിക്കുന്നില്ല. അവർ 2 പേരും കാശില്ലാതെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണെന്ന് ആ വെയിട്രസ് തെറ്റിദ്ധരിക്കുന്നു. ഹീറോയിൻ അവരോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, ഒരു 2 മിനിറ്റ് ഞാൻ കാറിലേക്ക് പോയിട്ട് എൻ്റെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നു. അപ്പോൾ അവള് പറയുന്നുണ്ട്, നിങ്ങളെന്താ കളിക്കുകയാണോ, കാശ് തരാതെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരടി പോലും അനങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഹീറോ അവിടെ ആ വെയിട്രസിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോണും തരാമോ, ഞങ്ങളുടെ ഡ്രൈവറെ വിളിക്കാനാണെന്ന് പറയുന്നു. അങ്ങനെ അവർ ആ ഫോൺ കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആ ഫോൺ ഹീറോയുടെ കയ്യിലേക്ക് കൊടുത്ത് ഡ്രൈവറുടെ ഫോൺ നമ്പർ ഡയൽ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഹീറോ പറയുന്നുണ്ട്, ഇത്രയും വില കുറഞ്ഞ ഫോണൊന്നും ഉപയോഗിച്ച് തനിക്ക് ശീലമില്ല എന്ന്. ഉടനടി ദേഷ്യത്തോടെ വെയിട്രസ് ആ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് ഇവിടെ 2 പേര് ബില്ല് പേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഷോപ്പ് ഓണറെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നു. റെസ്റ്റോറന്റ് ഓണർ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും ഭക്ഷണം കഴിച്ചിട്ട് അതിന് ബില്ല് കൊടുക്കാതെ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബില്ല് പേ ചെയ്യാൻ അയാൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവളും പറയുന്നുണ്ട്, പുറത്തേക്ക് പോയി തന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് പേ ചെയ്തോളാമെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് പേ ചെയ്തിട്ട് പൊക്കോണോ എന്ന്. ഹീറോയിനാവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട്, ഇതെന്റെ ബോയ് ഫ്രണ്ടാണ്, ഇവനിവിടെ നിൽക്കട്ടെ, ഞാൻ പോയി എന്റെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് പേ ചെയ്തോളാമെന്ന്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, നീ പോയതിന് പുറവേ തന്നെ ഇവനും എഴുന്നേറ്റ് വരാനല്ലേ എന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അയാളെ കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല, കണ്ടില്ലേ 2 കാലിനും സ്വാധീനമില്ല എന്ന്. എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ആവട്ടെ എമർജൻസി ബട്ടൺ അമർത്തി ഷെന്നിന്റെ ബോഡി ഗാർഡ്സിനെ അങ്ങോട്ടേക്ക് വരുത്തുന്നുണ്ടായിരുന്നു. ബോഡി ഗാർഡ്സിനെ കണ്ടതും ഷോപ്പ് ഓണർ ഭയന്നു പോയിരുന്നു. അയാളാവട്ടെ ഹീറോയുടെ
കാലെടുത്ത് തൊഴുതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ബില്ലൊന്നും പേ ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പൊക്കോളാൻ അയാൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ അവളും പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് ഞങ്ങൾ തന്നെ പേ ചെയ്തോളാം, ഞങ്ങളെ കണ്ടാൽ എന്താ, ഞങ്ങളുടെ പക്കൽ പണമില്ലെന്ന് കരുതിയോ? അപ്പോൾ ഉടനടി തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാ പേ ചെയ്യാൻ പോകുന്നത്, കാർഡ് ഉപയോഗിച്ചാണോ എന്ന്. ഹീറോയിനാവട്ടെ അപ്പോഴാണ് ഓർക്കുന്നത് അവള് കാർഡും എടുക്കാൻ മറന്നുവെന്ന്. അവള് അയാളോട് പറയുന്നുണ്ട്, സോറി, ഞാൻ കാർഡും വാലറ്റും ഒന്നും എടുത്തിട്ടില്ല എന്ന്. ഉടനടി തന്നെ അയാൾ പറയുന്നുണ്ട്, ഒന്നും വേണ്ട, ഇന്നത്തെ ഭക്ഷണം നിങ്ങൾക്ക് ഫ്രീ ആയിരുന്നു എന്ന്. അവൾ അവിടെ നാണക്കേടോട് തന്നെ ഹീറോയെ നോക്കുന്നുണ്ട്. ഹീറോ അന്തം വിട്ട് അവളെ നോക്കിയാണ്. കാശില്ലാതെയാണോ അവനെ ഡിന്നർ കഴിക്കാനായി കൂട്ടിക്കൊണ്ടുവന്നേ എന്ന് കരുതിയിട്ട് തിരിച്ച് കാറിലെത്തി അവളാവട്ടെ വല്ലാതെ പരിഭ്രാന്തിയിലാണ് ഇരിക്കുന്നത്. കാരണം അവൻ ഇന്ന് എന്തായാലും അവളെ നന്നായി തന്നെ വഴക്ക് പറയുമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവള് തലമുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ അവരുടെ അടുത്ത് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞേ, അതിന്റെ എക്സ്പ്ലനേഷൻ നീ ഇതുവരെ തന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബോസ് അത് പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണെന്ന് അവള് വിശദീകരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല ബോസ്, ഞാൻ നിങ്ങളെ സെഡ്യൂസ് ചെയ്യാനോ നിങ്ങളെ കറക്റ്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ അവൾ പറയുന്നു. ഹീറോയും അതിന് ഓക്കെ പറയുന്നു. ഈ സമയത്ത് ഹീറോയുടെ വീട്ടിലേക്ക് ജിയാങ് അവന്റെ ഗേൾഫ്രണ്ടുമായി കയറി പോകുന്ന കണ്ടിട്ട് ഹീറോയുടെ മുഖം പെട്ടെന്ന് വാടിപ്പോകുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അവരെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവള് കാറിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങളടുത്ത് ഇവിടെ വരരുതെന്നല്ലേ പറഞ്ഞ്, ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോയെന്ന് അവൾ പറയുന്നുണ്ട്. ജിയാങ്ങും പറയുന്നുണ്ട്, ഒരു വേലക്കാരിയായി നീ എന്നെ തടയാനായോ? ഞാനും അവനും ചെറുപ്പകാലം മുതലേ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവനെ കണ്ടിട്ട് എവിടെ നിന്ന് പോകൂ എന്ന് പറയുമ്പോൾ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ടും ഹീറോയിനെ കുറ്റപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഹീറോയിനാട്ടെ അവരെ പറഞ്ഞുവിടാനായി ഹീറോ വീട്ടിലില്ല എന്നും പുറത്തേക്ക് പോയിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ജിയാങ് പരിഹാസ രൂപയുടെ ചോദിക്കുന്നുണ്ട്, രണ്ട് കാലിന് സ്വാധീനം ഇല്ലാത്ത അവൻ ഈ വീട് വിട്ട് എവിടെ നിന്ന് പോകാനാ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ചുമ്മാ കള്ളമൊന്നും പറയണ്ട, ഞങ്ങൾക്ക് രണ്ടുപേർക്കും എൻഗേജ്മെന്റ് ആവാൻ പോവുകയാണ്, അതിന്റെ ഇൻവിറ്റേഷൻ തരാൻ വന്നിരിക്കുകയാണെന്നും ജിയാങ് പറയുന്നു. നിങ്ങളുടെയൊക്കെ എൻഗേജ്മെന്റിന് ആര് വരുമെന്ന് ചോദിച്ച് അവളും അവരെ തിരിച്ച് പരിഹസിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹീറോയെ കണ്ടയുടനെ തന്നെ അയാൾ പറയുന്നുണ്ട്, നീ വെളിയിൽ ചുറ്റാൻ പോയിരിക്കുകയാണെന്നാണല്ലോ കേട്ടത്, കാലിന് സ്വാധീനമില്ലാത്ത നീ വെളിയിൽ പോയെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കൂ? എനിക്കും എൻ്റെ ഗേൾ ഫ്രണ്ടിനും എൻഗേജ്മെന്റ് നടക്കാൻ പോവുകയാണ്, അതിന് നീ തീർച്ചയായും വരണമെന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ ലെറ്റർ അവൻ ഹീറോയിന്റെ കൈ കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അത് താഴേക്ക് ഇടുന്നു. അപ്പോൾ ഹീറോയിനും പറയുന്നുണ്ട് ഹീറോയും കൂട്ടിക്കൊണ്ട് തീർച്ചയായും ആ എൻഗേജ്മെന്റിന് വരുമെന്ന്. അതിനുശേഷം ഹീറോ ആവട്ടെ അവരെ ഇരുവരെയും അവിടെ നിന്ന് വരട്ടി പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ ഹീറോയിനാവട്ടെ പെട്ടെന്ന് ഹീറോയുടെ വീൽ ചെയർ പിടിച്ച് അവളുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. അവള് അവന്റെ കാല് പിടിച്ച് മസാജ് ചെയ്യാനായിട്ടിരുന്നതാണ്. പക്ഷേ അവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ഹീറോ അവളുടെ അടുത്ത് അത്രയും ക്ലോസ് ആയി വന്നതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലായ്മ തോന്നുന്നുണ്ട്. അവള് പെട്ടെന്ന് തന്നെ അവന്റെ കാല് പിടിച്ചു വെച്ച് മസാജ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട്. മസാജ് ചെയ്യുന്ന സമയത്താവട്ടെ അവൾ അവനോട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളെ അവർ എൻഗേജ്മെന്റിനെ വിളിച്ചിരിക്കുന്നത് ബുള്ളി ചെയ്യാനായിരിക്കും. ഈ ചാൻസ് യൂസ് ചെയ്ത് നമുക്ക് അവർക്കിട്ടൊരു പണി കൊടുത്താലോ? നമ്മൾ എന്തായാലും ഈ എൻഗേജ്മെന്റ് പാർട്ടിക്ക് പോകണമെന്ന് തന്നെ അവൾ തർപ്പിച്ച് പറയുന്നു. അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല, തീർച്ചയായിട്ടും അവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഹീറോ പറയുമ്പോൾ, ബോസ് ഞാനിരിക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല, അവരെ രണ്ടുപേരെ എൻഗേജ്മെന്റ് പാർട്ടിയിൽ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ, നീ നിന്റെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ് എന്ന് അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിനാവട്ടെ ഹീറോയെ തന്നെ മസാജ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേന്ന്? നീ ഇങ്ങനെ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടിയാവുകയെന്ന് അവൻ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് എനിക്കൊരു സഹായം ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അവനും ചോദിക്കുന്നുണ്ട്, എന്ത് സഹായമാണ് നിനക്ക് ആവശ്യമെന്ന്. ഉടനടി അവളൊരു കത്രിക എടുത്ത് കാണിക്കുന്നുണ്ട്. നീ എന്താ എന്നെ മുടി വെട്ടാൻ പോവുകയാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതെ, മുടി വെട്ടാൻ പോവുകയാണെന്ന് അവളും പറയുന്നുണ്ട്. അതിനുശേഷം അവള് ഹീറോയുടെ ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളിങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഹീറോ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഹീറോ ഷോക്കായി ഇരിക്കുകയെന്ന്. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട്, ഞാൻ വളർത്തുന്ന പൂച്ചയ്ക്ക് നായിക്കും ഒക്കെ ഞാൻ തന്നെയാണ് ഹെയർ കട്ട് ചെയ്തു കൊടുക്കുന്നതെന്ന്. ഞാൻ പെറ്റ് ഷോപ്പിൽ വരെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ എന്നെ കണ്ടിട്ട് നിന്റെ പെറ്റായിട്ട് തോന്നുന്നുണ്ടോ എന്ന്. അങ്ങനെയല്ല, എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു വരികയാണെന്ന് പറഞ്ഞ് അവള് ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താവട്ടെ ഹീറോയുടെ തലയുടെ പിൻഭാഗത്തെ കുറെ അധികം മുടി തന്നെ അവള് വെട്ടിക്കളയുന്നുണ്ട്. എന്തോ ചെയ്യുമെന്നറിയാതെ അവള് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇതവന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു കളയുമല്ലോ എന്നൊക്കെ അവളെ ഓർക്കുന്നുണ്ട്. ബോസ് ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല, നിങ്ങളുടെ ബാക്ക് സൈഡിലെ കുറച്ച് മുടി അധികമായി പോയിരിക്കുന്നു എന്ന് അവൾ അവനോട് പറയുന്നു. നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവനാവട്ടെ ആ മുടി പോയ ഭാഗത്ത് തൊട്ടു നോക്കുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് മുടി വെച്ചത് മറച്ചു തരാമെന്ന്. അപ്പോൾ അവനും പറയുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തൊലയ്ക്ക്, ഇപ്പോൾ ഞാൻ നിനക്ക് കുരങ്ങന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പൂമാല പോലെയല്ലേ എന്നും അവൻ പറയുന്നു. അവളും അങ്ങനെ ഹീറോയുടെ മുടി ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആയ രണ്ടുപേരും കൂടി വാക്കിങ്ങിന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അവൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ധൈര്യമാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെ കൊണ്ട് ഒരിക്കലും നടക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതരുത്, തീർച്ചയായും നിങ്ങളെ കൊണ്ട് നടക്കാൻ സാധിക്കും.
ഈ സമയത്ത് തന്നെ പെട്ടെന്ന് അവിടെ ഒരു ഇടിയുണ്ടാവുന്നുണ്ട്. അവളാവട്ടെ കുടയും കളഞ്ഞ് പേടിച്ച് അലറിക്കൊണ്ട് ഹീറോയെ ഹഗ് ചെയ്യുന്നുണ്ട്. അവളാവട്ടെ അവന്റെ മടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഹീറോ ആവട്ടെ ആ വീൽ ചെയർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവൾ വളരെ ഹാപ്പി ആയിട്ട് അവരോട് ചോദിക്കലുണ്ട്, നിങ്ങളും തന്നോട് വളരെ നന്നായി തന്നെയാണല്ലോ പെരുമാറുന്നതെന്ന്. നൈറ്റ് ഈ വീൽ ചെയറിൽ ഇരുന്ന് ഇങ്ങനെ പോകുന്നത് നല്ല രസമുണ്ടല്ലോ എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്തൊക്കെ അവന്റെ മുഖത്തും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഹീറോയിനാവട്ടെ രാവിലെ അവനുള്ള ഫുഡും തയ്യാറാക്കി വെച്ച്, ബോസ് നിങ്ങൾക്കുള്ള ഫുഡ് തയ്യാറായിരിക്കുന്നു, പെട്ടെന്ന് തന്നെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് കതവിന് തട്ടുമ്പോൾ അകത്ത് നിന്ന് ഒരു അനക്കവും ഉണ്ടാവുന്നില്ലായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയാൻ അവൾ അകത്തേക്ക് കയറി നോക്കുമ്പോൾ അവന് നന്നായി പനിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിലായിരുന്ന ആ പെൺകുട്ടിയാവട്ടെ ഉടനടി ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് തീരെ സുഖമില്ലെന്നും ഉടനടി തന്നെ വീട്ടിലേക്ക് വരാനും ഡോക്ടറോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഡോക്ടർ ആവട്ടെ താൻ വീട്ടിലേക്ക് വരാൻ കുറച്ച് വൈകുമെന്നും അതുവരെ ഹീറോയുടെ ബോഡി നന്നായിട്ട് നനഞ്ഞ് തുണി വെച്ച് ഒപ്പിവിടാൻ അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനാവട്ടെ ഒരു തുണി നനച്ചുകൊണ്ടുവന്ന് അവന്റെ ബോഡി ആകെ തുടയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അവന്റെ ഡ്രസ്സസ് കുറച്ചൊന്ന് മാറ്റുമ്പോൾ തന്നെ അവനാവട്ടെ അവളെ സൈറ്റ് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരു ബോഡി ഇതിനു മുമ്പ് താൻ കണ്ടിട്ടില്ലല്ലോ എന്ന് തന്നെ അവൾ വെള്ളം ഇറക്കിക്കൊണ്ട് ആലോചിക്കുന്നുണ്ട്. അവളാവട്ടെ ചെറു ചിരിയോടെ തന്നെ അവന്റെ ശരീരത്തിലാകെ തൊട്ടു നോക്കുന്നുണ്ട്. അപ്പോൾ അവനും പറയുന്നുണ്ട്, നീ തൊട്ടു നോക്കിയതൊക്കെ മതി, മര്യാദയ്ക്ക് കൈയെടുക്കാൻ. അവൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ഹീറോയിനാവട്ടെ പേടിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. ബോസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെയൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ ദേഹത്ത് വളരെയധികം ചൂട് അനുഭവപ്പെട്ടത് കൊണ്ട് ഡോക്ടർ പറഞ്ഞ രീതിക്ക് തുണി വെച്ച് നനച്ച് തുടക്കുകയായിരുന്നു എന്നവൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവള് വീണ്ടും തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് തുടയ്ക്കുന്നത്. അവളാവട്ടെ ഈ അവസരം മുതലെടുത്ത് അവന്റെ ബോഡിയിൽ അവിടെ എവിടെയൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവള് പെട്ടെന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറെ വിളിച്ചിട്ട് അവന്റെ അടുത്തേക്ക് കൊണ്ടു നിർത്തിയിട്ട് പറയുന്നുണ്ട്, ബോസിന്റെ ശരീരത്തിന് തീരെ സുഖമില്ല, എന്താണെന്ന് നോക്കിയിട്ട് പറയാൻ അവള് അയാളോട് പറയുന്നു. ഡോക്ടർ അവനെ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, അവന് വെറും സാധാരണ പനിയാണ്, താൻ തരുന്ന മെഡിസിൻസ് കൊടുത്താൽ മതിയാവൂന്ന്. അവനീ ടൈമിൽ പറയുന്നുണ്ട്, ചെറിയൊരു പനിക്ക് ഇത്രയും വലിയൊരു ഡോക്ടറെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടായിരുന്നു, നിനക്ക് തീരെ വിവരമില്ലേ എന്ന് ഹീറോയിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഡോക്ടർ ആവട്ടെ, ഞാൻ വെറും ഒരു ഡോക്ടർ മാത്രമല്ലല്ലോ, നിന്റെ ഫ്രണ്ട് അല്ലേ എന്നൊക്കെ ചോദിച്ച് അവനോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഉടനടി അവന്റെ വാപത്തി നമുക്ക് പുറത്തു പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടറെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ടിയാനും അവളും കൂടി ഹീറോയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് വരുന്നുണ്ട്. ഹീറോയ്ക്ക് വേണ്ടിയിട്ട് സൂപ്പുമായിട്ടാണ് അവൾ വരുന്നത്. ഈ സൂപ്പ് കുടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബെറ്റർ ആവുമെന്ന് പറഞ്ഞാണ് അവൾ കൊടുക്കുന്നത്. ഹീറോ അത് കുടിക്കുമ്പോൾ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, അതിന്റെ ടേസ്റ്റ് ഓക്കെ ആണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്കത് കോരി കുടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ കോരി തരാമെന്ന് പറഞ്ഞ് അവൾ തന്നെ അവന്റെ വായിലേക്ക് ആ സൂപ്പ് ഓരോ പ്രാവശ്യവും കോരി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയും പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ കഴിച്ചോളാം, നീ പൊക്കോ എന്ന് പറയുമ്പോൾ അവൾ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് അങ്ങനെ മാത്രം പറയലേ, നിങ്ങളുടെ സഹോദരൻ ഇവിടെ അടുത്ത് തന്നെ നിൽപ്പുണ്ടല്ലോ, നിങ്ങളെ നന്നായിട്ട് നോക്കിയാലേ എനിക്ക് ബോണസായിട്ട് കുറേയധികം പണം കിട്ടുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം പതുക്കെ ഇരുന്നത് കഴിക്കുക എന്ന് പറഞ്ഞ് അവളെ കോരി കൊടുക്കുന്നുണ്ട്. സൂപ്പൊക്കെ കൊടുത്തതിന് ശേഷം അവളാവട്ടെ അവനുള്ള വെള്ളം എടുക്കാനായി പോകുന്നുണ്ട്. ക്യാനാവട്ടെ അവന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നടിച്ചതൊക്കെ മതി, നിങ്ങൾക്ക് അവളുടെ മേലെ ഒരു ഫീലിങ്സ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഇതിങ്ങനെ മൂടി വെക്കും, ഇപ്പോഴെങ്കിലും സത്യം പറയേ എന്ന് പറഞ്ഞ് ഹീറോയെ അവൻ നിർബന്ധിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. വന്നയുടനെ തന്നെ നിങ്ങൾ രണ്ടുപേരും എന്താ സംസാരിക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ ടിയാൻ പറയുന്നുണ്ട്, ഒന്നുമില്ല, ജിയാങ്ങിന്റെ എൻഗേജ്മെന്റ് ആണല്ലോ, അതിന് പോകുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നയാണെന്ന് പറയുന്നു. അവള് പറയുന്നുണ്ട്, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളുടെ ചേട്ടന് തീരെ ശരീരസുഖമില്ലല്ലോ, അതുകൊണ്ട് തന്നെ പോകാൻ സാധിക്കില്ല എന്ന്. അവന്റെയൊക്കെ എൻഗേജ്മെന്റിന് ആര് പോകാനാണ്, എന്റെ ചേട്ടന് ആക്സിഡന്റ് പറ്റിയിട്ട് അവൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോയവനാണെന്നൊക്കെ ടിയാൻ പറയുന്നു. ഷെൻ അവളോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എൻഗേജ്മെന്റ് പാർട്ടിക്ക് പോകാമെന്ന്. അവൾക്കിത് കേട്ടിട്ട് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. നിങ്ങൾക്കൊരു കുഴപ്പവും വരില്ല, നിങ്ങളെ ഞാൻ സുരക്ഷിതമായി തന്നെ ആ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഹീറോയ്ക്കുള്ള ഡ്രസ്സൊക്കെ അവള് സെലക്ട് ചെയ്യാൻ പോകുമ്പോഴാവട്ടെ കബോർഡിലെല്ലാം ഒരുപോലത്തെ ഡ്രസ്സുകളാണ് ഇരിക്കുന്നത്. അവള് സംശയത്തോട് ചോദിക്കുന്നുണ്ട്, ബോസ് നിങ്ങൾ എന്തിനാ എപ്പോഴും ഈ ഒരുപോലത്തെ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നതെന്ന്. ടെന്നും പറയുന്നുണ്ട്, അതിലൊന്ന് പ്യുവർ കോട്ടൺ ആണ്, ഒന്ന് മറ്റൊരു ക്ലോത്തും ആണെന്ന്. അപ്പോൾ അവളും ആലോചിക്കുന്നുണ്ട്, ഓ ഇതിലൊക്കെ ഇത്രയും വലിയ കാര്യമുണ്ടോ എന്ന്, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോ ഡ്രസ്സും അവന് കാണിച്ചു കൊടുക്കുന്നു. ഹീറോ ആവട്ടെ ഓരോ ഡ്രസ്സിനെ കുറിച്ചും അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്യുവർ കോട്ടൺ ആണെന്നും വേറെ വേറെ ബ്രാൻഡഡ് ആണെന്നും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായി കണ്ണു തുറന്ന് നോക്കാൻ അവൾ ഉടമൻ പറയുന്നുണ്ട്. പിന്നീട് ജയാങ്ങിന്റെ എൻഗേജ്മെന്റ് പാർട്ടി നടക്കുന്നിടമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഗസ്റ്റുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഹീറോയിനും ഹീറോയും കൂടി ആ പാർട്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ ജിയങ് വീണ്ടും പരിഹാസത്തോടെ, നിനക്ക് നടക്കാൻ സാധിക്കില്ലല്ലോ, പാർട്ടി തുടങ്ങാൻ പോവുകയാണ്, പെട്ടെന്ന് തന്നെ അകത്തേക്ക് വരാൻ അയാളൊരു പരിഹാസത്തോടെ തന്നെ അവനെ ക്ഷണിക്കുന്നുണ്ട്.
അവള് അയാളോട് പറയുന്നുണ്ട്, ഷെന്ന് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, എല്ലാവർക്കും അറിയാലോ ഈ കാര്യം, നിങ്ങളല്ലേ അവനെ എൻഗേജ്മെന്റിന് വിളിച്ചത്, എന്നിട്ട് നിങ്ങൾ തന്നെയല്ലേ അവനെ അകത്തേക്ക് കൊണ്ടുപോകണ്ടേ എന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവിടെ മൊത്തം പടിയായതുകൊണ്ടാണ് ഹീറോയെ ഈ ജിയാങ് ഇങ്ങനെ പരിഹസിച്ചത്. അപ്പോൾ ഇങ്ങനെ ഹീറോയിൻ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഗസ്റ്റുകളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ജിയാങ്ങും അവന്റെ ഫിയാൻസിയും കൂടെ ഹീറോയുടെ വീൽ ചെയർ ചുമന്ന് മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ജിയാങ്ങിന്റെ ഫിയാൻസി പറയുന്നുണ്ട്, നമ്മളെ കൊണ്ട് തന്നെ എടുത്ത് അവനെ ഉള്ളിലേക്ക് വെപ്പിച്ചല്ലോ എന്ന്. അപ്പോൾ ജിയാങ്ങും പറയുന്നുണ്ട്, അവനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, ഈ പാർട്ടിയിൽ വെച്ച് ശരിക്കും ഞാൻ അവനെ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ ആ പാർട്ടി നന്നായി തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ ഒരു കേക്ക് എടുത്തിട്ട് അവിടെ അടുത്ത് കഴിച്ചു വെക്കാൻ പറയുന്നുണ്ട്. അത് വളരെ ടേസ്റ്റി ആണെന്ന് പറയുന്നുണ്ട്. അവള് സന്തോഷത്തോടെ വാങ്ങിച്ച് കഴിക്കുന്നുമുണ്ട്. ഈ സമയത്ത് ജിയാങ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ എൻഗേജ്മെന്റ് സെറമണി തുടങ്ങാൻ പോവുകയാണെന്നും ഹീറോ അങ്ങോട്ടേക്ക് വന്ന് സ്റ്റേജിലെ 2-3 വാക്കുകൾ സംസാരിക്കണമെന്നും പറയുന്നു. അപ്പോൾ ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അമ്മയും അച്ഛനും ഒക്കെ അല്ലേ സ്റ്റേജിൽ സംസാരിക്കേണ്ടത്, അതിന് പകരം ബോസിനെ എന്തിനാണ് വിളിക്കുന്നത്, നിങ്ങളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിയാങ് പറയുന്നുണ്ട്, അവരിരുവരും വന്നിട്ടില്ല എന്ന്. അതെന്താ വരാതിരുന്നത്, നിങ്ങൾ അവരുടെ ഇഷ്ടമില്ലാതെയാണോ വിവാഹം കഴിക്കാൻ പോകുന്നേ എന്നൊക്കെ ഹീറോയിൻ ഒരു ശകാര രൂപേണ ചോദിക്കുന്നുണ്ട്. ജിയാങ്ങിനാവട്ടെ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവിടെ അവനൊരു തർക്കത്തിനൊരുങ്ങുമ്പോൾ ഹീറോ ആവട്ടെ രണ്ടുപേരും ഒന്ന് സംസാരം നിർത്ത്, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വഴക്കിടേണ്ട കാര്യമുണ്ടോ, നിങ്ങളുടെ എൻഗേജ്മെന്റ് നന്നായി നടക്കട്ടെ എന്ന് തന്നെ ഹീറോ പറയുന്നു. ഈ സമയത്ത് എൻഗേജ്മെന്റ് ഹാളിലാകെ ദുർഗന്ധം പരക്കുന്നു. ആളുകളൊക്കെ എന്താണ് കാര്യമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാവട്ടെ ഒരു ജോലിക്കാരൻ വന്നിട്ട് ബാത്റൂമിൽ നിന്ന് അഴുക്കവെള്ളം പുറത്തേക്ക് വരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ട ആ ഹാളിലുള്ള എല്ലാവരും ഓടിപ്പോകുന്നുണ്ട്. ഹീറോനായിട്ട് ഈ സമയത്ത് അയ്യോ എന്റെ ബോസിന്റെ ബോധം പോയി എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. അവള് പറഞ്ഞതുപോലെ തന്നെ ഹീറോ ബോധം പോയാലും അഭിനയിച്ച് കിടക്കുന്നുമുണ്ട്. അങ്ങനെ അവള് ഹീറോയുടെ വീൽ ചെയറും ഇട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ബാത്റൂമിൽ എന്തായി സ്ഥിതി എന്ന് അറിയാനായിട്ട് ഈ ജിയാങ്ങും അവന്റെ അതും കൂടെ വന്നു നോക്കുമ്പോൾ അവിടുത്തെ മെയിൻ ഡോർ ആവട്ടെ ആരോ ക്ലോസ് ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ബാത്റൂമിലെ മലിനജലം അവിടെയെല്ലാം പരക്കാൻ തുടങ്ങുന്നു. ജിയാങ്ങിന്റെ വധുവിനാവട്ടെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോയിനാവട്ടെ ഇതൊക്കെ ആലോചിച്ച് ഭയങ്കരമായി തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ട് അന്ന് നിങ്ങളുടെ കൂടെ വഴക്കിടാനായി ഇങ്ങോട്ടേക്ക് വന്നത്, അവൻ ഈ പണി കൊടുത്താൽ പോരാ ഇതിലും വലുത് തന്നെ കൊടുക്കണമായിരുന്നു, എന്റെ പ്ലാൻ എങ്ങനെയുണ്ടായിരുന്നെന്ന് അവള് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. അവൾ എങ്ങനെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ഹീറോ ആവട്ടെ ഒന്നും പറയാതെ അവളുടെ മുഖത്തെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാവട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് ചെറുപ്പകാലത്ത് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലായിരുന്നു, നിങ്ങളെ കൂടെ ഇരിക്കുമ്പോഴെല്ലാം എനിക്ക് എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് തോന്നിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ബോസാണെന്നോ ഞാൻ നിങ്ങളുടെ വേലക്കാരിയാണെന്നോ എനിക്ക് തോന്നാറില്ല, നിങ്ങൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് എനിക്ക് തോന്നിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൻ്റെ മുഖമാവട്ടെ പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അയ്യോ ബോസിന് വളരെ ദേഷ്യം വന്നു എന്ന് തോന്നുന്നല്ലോ, ഫ്രണ്ടാണെന്നൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ അവൾ മനസ്സിലാലോചിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ ലവർ എന്ന് പറയുമെന്നാണ് കരുതിയത്. പക്ഷേ ഇങ്ങനെ ഫ്രണ്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോ ചെറിയ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് മുഖം തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു. ഹീറോയിൻ അവിടെ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി മുതൽ നിങ്ങൾ എൻ്റെ ബോസ് മാത്രമായിരിക്കും, ഫ്രണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് അവനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. അവള് ഹീറോയുടെ കയ്യിൽ പിടിച്ച് മാപ്പ് ചോദിക്കാൻ വരുന്ന സമയത്ത് അവളുടെ കാല് വീൽ ചെയറിൽ കൊണ്ട് ഹീറോയെ കൊണ്ട് അവൾ മറിഞ്ഞു വീഴുന്നുണ്ട്. അവളാവട്ടെ ഹീറോയെ ഈ സമയത്ത് കിസ് ചെയ്യുന്നുമുണ്ട്. അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയാണ് ബോസ്, തന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അവന്റെ കാല് അവൻ മടക്കി വെച്ചിരിക്കുന്നതായിട്ട് അവൾ ശ്രദ്ധിക്കുന്നു. ഇതെന്താ നിങ്ങളുടെ കാല് നിങ്ങൾക്ക് മടക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് അവൾ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്. ഷെന്നും പറയുന്നുണ്ട് തനിക്ക് കാല് മടക്കാൻ സാധിക്കുന്നുണ്ട്. ഉടനടി തന്നെ ഡോക്ടറെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് അവനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്തതുകൊണ്ടായിരിക്കാം അവന്റെ കാല് മടക്കാൻ സാധിച്ചു എന്നൊക്കെ കരുതി അങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൈഡിലെ ഹീറോയിനാവട്ടെ ഇതൊക്കെ സത്യമാണോ എന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവള് കിസ് ചെയ്തതുകൊണ്ടാണോ അവന് കാല് കടക്കാൻ പറ്റിയെന്ന് അവൾ ആശയക്കുഴപ്പത്തിൽ ആലോചിക്കുന്നുണ്ട്. ഡോക്ടർ അവനോട് പറയുന്നുണ്ട് അവന്റെ ഹെൽത്ത് ഓൾറെഡി ഓക്കെ ആയിക്കൊണ്ടിരിക്കുകയാണെന്നും അവൻ വേഗം തന്നെ എഴുന്നേറ്റ് നടക്കുമെന്നും. ഇത് കേട്ട ഹീറോയിൻ സന്തോഷത്തോടെ തന്നെ അവനെ കുടിക്കാനായി വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോകുന്നു. അവൾ പോയതിനു ശേഷം ഹീറോയുടെ അടുത്ത് വന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പല പ്രാവശ്യം നിനക്ക് നടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ നിനക്ക് സർജറിക്ക് ശേഷം ഇനി ഒരിക്കലും നടക്കാൻ സാധിക്കില്ലായിരുന്നു. നിന്റെ കാലുകൾക്ക് ഇനി ചലനശേഷിയും തിരികെ വരില്ലായിരുന്നു, പക്ഷേ നിന്റെ കാലുകൾക്ക് ഇപ്പോൾ ചലനശേഷി വന്നിരിക്കുകയാണ്. ഇതൊരു മെഡിക്കൽ മിറാക്കിൾ തന്നെയാണ്, പക്ഷെ ഇതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ലവ് തന്നെയാണെന്ന് ഡോക്ടർ അവനോട് പറയുന്നു. ആ പെൺകുട്ടിയെ നീ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും മാറ്റം ഉണ്ടായെന്നൊക്കെ ഡോക്ടർ അവനോട് പറയുന്നു. ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ശരിക്കുമുള്ള ഡോക്ടർ തന്നെയാണോ, നിന്റെ ലൈസൻസ് ഒന്ന് കാണിച്ച്, അതോ നീ വല്ല ലവ് എക്സ്പേർട്ടും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അവിടെ കുറച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ എന്റെ ജോലിക്ക് ആപ്പ് വയ്ക്കാതിരിക്കുക, ഞാൻ ഇനി നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കത്തില്ല എന്ന് പറയുന്നു. ഹീറോയിനോട്ടെ ഈ സമയത്ത് കുടിക്കാനുള്ള വെള്ളവുമായി അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സർജറി സമയത്ത് ഭയങ്കരമായ വേദന ഉണ്ടായിരിക്കുമല്ലോ, ആ വേദന നിങ്ങൾക്ക് സഹിക്കാൻ സാധിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്.
എന്നെ കൊണ്ട് ആ വേദന സഹിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. സർജറിക്ക് ശേഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് വേദനകൾ അനുഭവിച്ചിരുന്നു. ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയാതിരിക്കില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിനാവട്ടെ വളരെ വിഷമത്തോടെ തന്നെ അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവന്റെ ഫ്രണ്ട് ആവട്ടെ പെട്ടെന്ന് തന്നെ അവിടുന്ന് തലതിരിക്കുന്നുണ്ട്. ആ സമയത്ത് ആവട്ടെ ഹീറോയുടെ ഫോൺ റിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഹീറോയുടെ അച്ഛനായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ അവന്റെ ഫ്രണ്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ കോൾ എടുത്തിട്ട് എന്താ അങ്കിൾ കാര്യം, ഞാൻ മുകളിലിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട് അവന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായി നോക്കി വെച്ചിട്ടുണ്ടെന്നും ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അവരുടെ ഫാമിലിക്ക് നല്ല ബെനിഫിറ്റ് ആയിരിക്കുമെന്നും പറയുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് ആവട്ടെ ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. ഞാൻ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല എന്ന് അവൻ പറയുന്നു. അപ്പോൾ അവന്റെ അച്ഛനും പറയുന്നുണ്ട്, ഞാൻ നിന്റെ അച്ഛനാണ്, നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു, നിനക്ക് നല്ലതേത് ചീത്ത ഏതെന്നുള്ളതൊക്കെ ഞാനാണ് തിരഞ്ഞെടുത്ത് തരണ്ടേ എന്ന് അവന്റെ അച്ഛൻ പറയുമ്പോൾ, നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്റെ അമ്മ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ മറ്റൊരുത്തിയോടൊപ്പം പോയതല്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ രൂക്ഷമായി തന്നെ അവൻ അവന്റെ അച്ഛൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവള് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പണക്കാര വീട്ടിലെ പയ്യന് ഇത്രയും ഒരു ട്രാജിക് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നോ എന്നൊക്കെ. എന്നിട്ട് അവള് തന്നെ അവളുടെ മനസ്സിനെ പറഞ്ഞ് നിയന്ത്രിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതെ മനസ്സിലോർത്ത് ഭാവിയിൽ അത് തന്റെ ജോലിക്ക് തന്നെ പ്രശ്നമാവുമെന്നൊക്കെ ഓർത്ത് അവൾ അവളെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. അയാളാവട്ടെ ഒരു ചെറിയ പെൺകുട്ടിയോടൊപ്പം തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ചെറിയ പെൺകുട്ടിയാണ് ഹീറോയുടെ അമ്മയുള്ളപ്പോൾ തന്നെ അയാള് മിസ്ട്രസ് ആയിട്ട് വെച്ചുകൊണ്ടിരുന്നത്. ആ പെണ്ണ് അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കൂ, നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നമൊക്കെ ഉള്ളതല്ലേ, ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അത് നിങ്ങൾക്ക് പ്രശ്നമായി മാറുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അവന്റെ അച്ഛൻ ഈ സമയത്ത് പറയുന്നുണ്ട്, ആ സ്ത്രീ ഇങ്ങനെ അവനെ സമാധാനിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് അയാൾ ഇത്രയും നാളും ജീവനോട് ഇരുന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ ഹാപ്പി ആയിട്ട് കുറേ നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് സീനിലാവട്ടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഹീറോയെ കിസ് ചെയ്ത് ഓർത്തിട്ട് വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ടിയാൻ അവളെ വിളിക്കുന്നുണ്ട്. അവരുടെ അച്ഛൻ ഹീറോയെ വിളിച്ചത് അറിഞ്ഞിട്ടാണ് അവളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് അവളോട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, നിങ്ങളുടെ അച്ഛൻ വിളിച്ചതിന് ശേഷം അവൻ വല്ലാതെ അപ്സെറ്റ് ആണെന്ന്. അവളെ ടിയാനോട് പറയുന്നുണ്ട് എപ്പോഴും അദ്ദേഹത്തെ സന്തോഷത്തോടെ തന്നെ ഇരുത്തണമെന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ വരുവാണെന്നും അത് മറക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ തന്നെ ആഘോഷിക്കണമെന്നും അതിനുവേണ്ടി സർപ്രൈസ് തയ്യാറാക്കണമെന്നും ഒക്കെ ടിയാനോട് പറയുന്നുണ്ട്. അവനും പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും താൻ നോക്കിക്കോളാമെന്ന്. ഹീറോയിനവിടെ രാവിലെ തന്നെ ഹീറോയുടെ ബർത്ത് ഡേറ്റ് കലണ്ടറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അവനവിടെ അവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ വല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യുകയാണോ എന്ന്. അപ്പോൾ അവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്നുള്ള വിവരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന്. അപ്പോൾ അവനും പറയുന്നുണ്ട്, ഞാൻ വീൽ ചെയറിലായതിനു ശേഷം എൻ്റെ ഒരു ബർത്ത്ഡേ പോലും ആഘോഷിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അവൾ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്, ഇപ്രാവശ്യം നിങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയാണെന്നും നിങ്ങളുടെ സഹോദരൻ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് തയ്യാറാക്കാൻ പോവുകയാണെന്നും ഒക്കെ പറയുന്നു. ഇത് കേട്ട ഹീറോ ആവട്ടെ എന്ത് സർപ്രൈസ് അവൻ എനിക്ക് വേണ്ടി തരാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനടി തന്നെ അവൾക്ക് പറ്റി അമളി അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ ദൈവത്തെ ഓർത്ത് ടിയാനോട് ഞാൻ ഈ വിവരം പറഞ്ഞതായിട്ട് പറയല്ലേ, അവൻ സർപ്രൈസ് തരുമ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ നിൽക്കണേന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ അപേക്ഷിക്കുന്നുണ്ട്. അവനും അതിന് ഓക്കെ പറയുന്നുണ്ട്. അവനാവട്ടെ അവളുടെ കൂടെ ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഗിഫ്റ്റാണ് എനിക്ക് തരുന്നേ എന്ന്. അവളാവട്ടെ ഞാനോ എന്ന് ചോദിച്ചിട്ട് തിരിച്ചു തള്ളുന്നുണ്ട്. അവൾ അവനെ പ്രപ്പോസ് ചെയ്യുന്നതാണ് അവൻ കരുതിയിരിക്കുന്നത്. ഈ ടൈമിൽ ഹീറോയിനാവട്ടെ പൂച്ചകളുടെ ഒരു ബെഡ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ കരുതുന്നുണ്ട് അവന് ഗിഫ്റ്റായിട്ട് അവൻ ചിലപ്പോൾ പൂച്ചയെ വാങ്ങിത്തരാനായിരിക്കുമെന്ന്. അവളോട് അവൻ ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് ഗിഫ്റ്റായിട്ട് പൂച്ചക്കുട്ടിയാണോ വാങ്ങിത്തരാൻ പോകുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പുറത്ത് എനിക്കൊരു പൂച്ചക്കുട്ടിയുണ്ട്, അത് പുറത്തെവിടെങ്കിലും ടയേർഡായിട്ടാണ് കിടന്നുറങ്ങുന്നത്, അതിനു വേണ്ടിയിട്ടാണ് വാങ്ങിച്ചെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയെ കൊണ്ട് അതിനെ അവൾ ആ ബെഡും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അവൾ വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ ഹീറോയിൻ്റെ സന്തോഷം കണ്ടിട്ട് ഹീറോയ്ക്കും വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. അവൾ തിരികെ പോയിട്ട് വന്നപ്പോൾ കുറേയധികം ബോക്സസുമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. ഹീറോ കരുതിയിരുന്നത് അവന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുമായിട്ടാണ് അവൾ വന്നിരിക്കുന്നതെന്ന്. അവനാവട്ടെ സന്തോഷത്തോടെ തന്നെ അതിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൽ 2 കപ്പാണ് ഉണ്ടായിരുന്നത്. അത് കണ്ട ഹീറോ ആവട്ടെ വല്ലാതെ ഹാപ്പി ആയിട്ട് കരുതുന്നുണ്ട്. അത് ചിലപ്പോൾ കപ്പിൾസ് കുടിക്കുന്ന കപ്പുകളായിരിക്കാമെന്ന്. ഒരെണ്ണം അവൾക്കും ഒരെണ്ണം തനിക്കും ആയിരിക്കും എന്ന് അവൻ കരുതുന്നുണ്ട്. അവരങ്ങനെ നോക്കിയിരിക്കുന്നിട്ട് അവള് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കപ്പ് വേണമോ? പ്രശ്നമൊന്നുമില്ല, ഒരു കപ്പിന് 50 രൂപയാണ്, ആ 50 രൂപ തന്നിട്ട് നിങ്ങൾ ഇതിൽ നിന്നൊരു കപ്പ് എടുത്തോളാൻ അവള് പറയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവന്റെ മുഖത്തെ സന്തോഷമൊക്കെ അപ്പാടെ മാറുന്നുണ്ട്. അങ്ങനെ ഹീറോയിനാവട്ടെ അടുത്ത പാഴ്സൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനകത്താട്ടെ അവളുടെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആയിരുന്നു. അവൾ പറയുന്നുണ്ട്, ഇതെന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ആണെന്നും ഇനി തനിക്ക് ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ സാധിക്കില്ല എന്നും ഇതുണ്ടാക്കുന്ന കമ്പനി അടച്ചുപൂട്ടാൻ പോവുകയാണെന്നും വിഷമത്തോടെ പറയുന്നു. അവനും പറയുന്നുണ്ട്, നീ വിഷമിക്കൊന്നും വേണ്ട, ഈ ബിസ്ക്കറ്റ് നിനക്ക് ഇനിയും കഴിക്കാൻ സാധിക്കുമെന്ന്. അതിനുശേഷം അവളാവട്ടെ ഒരു സ്നാക്സ് എടുത്ത് അവന്റെ മുൻപിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് കഴിച്ചു നോക്കി, ഇത് അടിപൊളിയാണെന്ന് പറയുന്നു.
അവള് കൊടുക്കുന്ന ആ ഒരെണ്ണം അവൻ പതിയെ പതിയെ കടിച്ചു കഴിക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ പാക്കറ്റോടെ തന്നെ അവളുടെ വായിലേക്ക് കമത്തുകയായിരുന്നു. എല്ലാം കൂടെ ഒരുമിച്ച് വായിലേക്ക് ആക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവളുടെ മണ്ടയിലേക്ക് കയറുന്നുണ്ട്. അവനാവട്ടെ ഈ സമയത്ത് പേടിച്ചിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ അവളോട് പറയുന്നുണ്ട്. അതിനുശേഷം അവന്റെ കൈ തന്നെ നീട്ടിക്കൊടുക്കുന്നുണ്ട്. അത് ബാക്കിയുള്ളത് അവളുടെ വായിൽ നിന്ന് തുപ്പിക്കളയാൻ വേണ്ടിയിട്ട്. തുപ്പിയതിനു ശേഷം അവൾ അവിടെ ഓടിപ്പോയി വായിലൊരു ഐസ് ക്യൂബ് ഒക്കെ ഇട്ടുകൊണ്ട് ഒരിടത്ത് മാറിയിരിക്കുന്നുണ്ട്. കാരണം ആ സ്നാക്സിന് വല്ലാത്ത എരിയും ഉണ്ടായിരുന്നു. ഹീറോ ആവട്ടെ അങ്ങോട്ടേക്ക് വന്ന് അവൾ ഓക്കെ ആണോ എന്ന് ചോദിച്ച് അവളുടെ വായൊക്കെ പിടിച്ചു നോക്കുന്നുണ്ട്. ഇങ്ങനെ ഇനി മേലാലും വലിച്ചു വാരി കഴിക്കരുതെന്നും പതിയെ കഴിക്കണമെന്നും ഹീറോ പറയുന്നുണ്ട്. അവളാവട്ടെ ഒരുമാതിരി ഹീറോയെ നോക്കുന്നുണ്ട്. ഹീറോയും അവളെ കണ്ണെടുക്കാതെ തന്നെ നോക്കുന്നുണ്ട്. അവനാവട്ടെ അവളുടെ ചുണ്ടിലൂടെ പതിയെ വിരളോടിക്കുന്നുണ്ട്. അവന്റെ കണ്ണിൽ ഇപ്പോൾ അവളുടെ മുഖം മാത്രമേ ഉള്ളായിരുന്നു. അവനാവട്ടെ വല്ലാത്ത ഫീലിങ്സ് അവളോട് തോന്നുന്നുണ്ടെങ്കിലും അവൻ ഉടനടി പറയുന്നുണ്ട് ഡോക്ടറെ വിളിച്ചിട്ട് അവളുടെ വാ പെട്ടെന്ന് തന്നെ കാണിക്കണം. അധികമായി പൊള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഉടനടി തന്നെ ചികിത്സ തേടേണ്ടതാണെന്നും പറയുന്നു. അതിനുശേഷം റെസ്റ്റ് എടുക്കാനായി അവൻ മുറിയിലേക്ക് പോകുന്നു. ഈ സമയത്ത് അവൻ കരുതുന്നുണ്ട് തന്റെ കാല് ഭേദമായാൽ ഉടനടി തന്നെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യണമെന്നും ഇനി ഒരിക്കലും തന്റെ ഫീലിങ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ തനിക്ക് സാധിക്കില്ല എന്നും അവൻ കരുതുന്നുണ്ട്. വൈകുന്നേരമായപ്പോഴത്തേക്കും ഹീറോയിനാവട്ടെ മറ്റൊരു പാഴ്സലുമായി അവന്റെ മുൻപിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതായിരിക്കും തനിക്കുള്ള ഗിഫ്റ്റ് എന്ന്. അവൻ അവളോട് ചോദിക്കുന്നുണ്ട് നീ രാവിലെ മുതൽ കുറെ പാഴ്സലുമായി ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണല്ലോ, ഇതിലിനി എന്താ ഉള്ളേ എന്ന് ചോദിക്കുമ്പോൾ അതിൽ നോക്കുമ്പോൾ കുറേയധികം ബർഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയധികം ബർഗർ എന്തിനാ വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് വാങ്ങിയെന്ന്. ഹീറോ ആവട്ടെ ഉടനടി തന്നെ കുറേയധികം പണം അവളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളും അവനോട് സംശയത്തോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ബോസ് ഇത്രയധികം പണം തനിക്ക് അയച്ചു തരുന്നതെന്ന്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ടിയാനാണോ അതോ ഞാനാണോ നിനക്ക് ഏറ്റവും കൂടുതൽ ബോണസ് തരുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്താ സംശയം, നിങ്ങൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബോണസ് തരുന്നതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബർഗേഴ്സ് എല്ലാം ഉടനടി കമ്പനിയിലേക്ക് തന്നെ അയക്കാൻ പറയുന്നുണ്ട്. അവളാവട്ടെ ഇപ്പോൾ തന്നെ അത് അയക്കാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ടിയാൻ്റെ അടുത്ത് ഈ സമയത്ത് അവൻ്റെ അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നുണ്ട് ഷിയാൻ സാർ ആവട്ടെ കുറേയധികം ബർഗേഴ്സ് കമ്പനിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അത് മൊത്തവും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കണോ, നിങ്ങളുടെ ടേബിളിൽ വെക്കാനാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് ടിയാൻ പറയുന്നുണ്ട് അവന്റെ അച്ഛന് പ്രിയപ്പെട്ട ഒരുത്തി ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവൾക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ടിയാൻ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട് ആ പെൺകുട്ടിയും ഈ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതിനുശേഷം ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ വീണ്ടും ഒരു പാഴ്സലായിട്ട് ഹീറോയുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കിത് വളരെ ഇഷ്ടമാവുമെന്ന് പറഞ്ഞാണ് അവൾ ആ പാഴ്സൽ അവൻ്റെ കൊടുക്കുന്നത്. അതിനായിട്ടാവട്ടെ പൂച്ചക്കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്തിനാ തനിക്ക് വാങ്ങി തന്നേന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എന്റെ പൂച്ചക്കുട്ടിക്ക് നമുക്ക് രണ്ടുപേർക്കും പുറത്തു പോയി ആഹാരം കൊടുത്താലോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയും കൂട്ടിക്കൊണ്ട് അവളുടെ പൂച്ചയെ കാണാനായി പുറത്തേക്ക് പോകുന്നുണ്ട്. ഹീറോയും കുട്ടി അവള് ഷെന്നിനോട് പറയുന്നുണ്ട് അവളുടെ പൂച്ചക്കുട്ടി വളരെ ക്യൂട്ടാണെന്നും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമെന്നും അവന് ഫുഡ് കൊടുക്കുമ്പോൾ അവൻ വളരെ ജോളിയായിരിക്കുമെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് തന്നെ പൂച്ച കാണുന്നത് കൊണ്ട് തന്നെ അവൾ ഓടി അതിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഹീറോയ്ക്കാണെങ്കിൽ അവളെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. അവളോട് ഇഷ്ടം തുറന്നു പറയണമെന്ന് അവൻ അപ്പോഴും തന്നെ തോന്നുന്നുണ്ടെങ്കിലും അവന്റെ കാല് ശരിയായതിനു ശേഷം മാത്രം പറഞ്ഞാൽ മതിയെന്ന് അവൻ മനസ്സിലോർത്ത് സ്വയം സമാധാനപ്പെടുത്തുന്നുണ്ട്. അവളാവട്ടെ ആ പൂച്ചയെ എടുത്തു വെച്ച് കൊഞ്ചിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ എടുത്ത് പറയുന്നുണ്ട് ഇനി കുറച്ചു നേരം നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് അവന്റെ മടിയിലേക്ക് പൂച്ചയെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോയും കുറെ നേരം ആ പൂച്ചയെ കൊഞ്ചിക്കുന്നുണ്ട്. അതിനുശേഷം അവർ പൂച്ചയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. വീട്ടിലെത്തിയ ഹീറോ ആവട്ടെ ഫുഡ് കഴിക്കാനായിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂട്ട് എലിക്കുഞ്ഞിനെ എടുത്ത് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു. അവനാവട്ടെ ഇതാണോ എനിക്കുള്ള സർപ്രൈസ് എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അതെ ഇതാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ്, അതിനെ ഒന്ന് തൊട്ട് നോക്ക് വളരെ സ്മൂത്ത് ആയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ. അങ്ങനെ ഹീറോ ആവട്ടെ അതിനെ കയ്യിൽ വെച്ച് സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്തിട്ട് ടിയാനാവട്ടെ അവന്റെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. ഈ സമയത്ത് അവന്റെ അച്ഛൻ വന്നിട്ട് അയാളുടെ ഇഷ്ടക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ അവരുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, ആ പെൺകുട്ടിക്ക് ഹയർ പ്രൊമോഷൻ കൊടുക്കണമെന്ന് അയാൾ ആവശ്യപ്പെടുന്നുണ്ട് ടിയാന്റെ അടുത്ത്. അവൾക്ക് എന്തിനാണ് പ്രൊമോഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ടിയാൻ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. ആ ചെറിയ പെൺകുട്ടിയോടല്ലേ അവന്റെ അച്ഛൻ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ അച്ഛനാവട്ടെ ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടിയാനാവട്ടെ അവന്റെ അച്ഛൻ്റെ കൂടെ പറയുന്നുണ്ട് ദയവ് ചെയ്ത് കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന്. അപ്പോൾ മാത്രമാണ് അത് അവരുടെ അച്ഛനാണെന്നുള്ള വിവരം ഹീറോയിന് മനസ്സിലാവുന്നത്. അവൾ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട് രണ്ട് മക്കളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ചെറിയൊരു പെൺകുട്ടിയോടൊപ്പം കല്യാണം കഴിച്ച് ചുറ്റിക്കൊണ്ട് കിടക്കില്ലേ, ഇയാളെ എങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന പാക്കറ്റ് താരയിലേക്ക് ഇട്ടിട്ട് നീയൊക്കെ ഒരു മനുഷ്യനാണോ, കല്യാണപ്രായമായ രണ്ട് മക്കളെ വിവാഹം കഴിപ്പിക്കാതെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ചുറ്റി നടക്കുകയാണോ എന്നൊക്കെ അയാളോട് ചോദിക്കുന്നുണ്ട് അവൾ. അവരുടെ അച്ഛനും ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് നീ ഈ വീട്ടിലെ വേലക്കാരിയല്ലേ, നിനക്ക് എന്നോട് സംസാരിക്കാൻ എന്ത് അർഹതയാ ഉള്ളതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ വേലക്കാരി തന്നെയാണ്, പക്ഷേ നിങ്ങളെക്കാട്ടിലും എനിക്ക് സംസാരിക്കാൻ അർഹതയുണ്ടെന്ന്. സ്വന്തം മക്കളുടെ കാര്യങ്ങൾ നോക്കാതെ ചെറിയ പെൺകുട്ടിയുമായിട്ട് നിങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയില്ലെന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ടിയാൻ അവിടെ അവൾ പറയുന്നതൊക്കെ കേട്ടിട്ട് സന്തോഷമാവുന്നുണ്ട്. ഞങ്ങൾ ചോദിക്കേണ്ടത് ഇപ്പോൾ അവളെങ്കിലും ചോദിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട്.
അവന്റെ അച്ഛനാവട്ടെ ഈ സമയത്ത് അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. വീട്ടിലെ വേലക്കാരിയെ പോലും നിനക്കൊന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചിട്ട് അവളെ എന്നോട് എത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് നോക്കുക എന്നൊക്കെ പറഞ്ഞ് അവനോട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അച്ഛന്റെ മിസ്ട്രസ് ആയിട്ടുള്ള ആ പെൺകുട്ടി വന്ന് അയാളെ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തിട്ട് എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്, സമാധാനമായി കാര്യങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ടിയാനാവട്ടെ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാണ് എന്റെ ഓഫീസിലേക്ക് കടന്നു വന്നത്, ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാതെ എവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് തന്നെ അവൻ ആ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ പെൺകുട്ടി അവനോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ വളരെ ദേഷ്യപ്പെടുന്നത് കേട്ടിട്ട് അദ്ദേഹത്തെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേ എന്ന് അവർ പറയുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവൾക്കും ഇവളുടെ മകൾക്കും ഞാൻ വാക്ക് കൊടുത്തതാണ്, അവളെയും അവളുടെ മകളെയും നല്ലപോലെ സംരക്ഷിച്ചോളാന്ന്, അതുകൊണ്ട് തന്നെ കമ്പനിയിലെ ഹയർ പൊസിഷൻ ആ പെൺകുട്ടിക്ക് കൊടുക്കണമെന്ന് തന്നെ അവന്റെ അച്ഛൻ അവനോട് തർപ്പിച്ച് പറയുന്നുണ്ട്. ഹീറോയിനാട്ടെ അവളോട് പറയുന്നുണ്ട്, നിന്റെ ഇന്നസെന്റ് ആയിട്ടുള്ള അഭിനയമൊക്കെ കൊള്ളാം, അച്ഛന്റെ പ്രായമുള്ള ഒരാളുമായിട്ടല്ലേ ചുറ്റിക്കൊണ്ടിരിക്കുന്ന, നിനക്ക് നാണമില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എനിക്ക് അദ്ദേഹം എന്റെ അച്ഛനെ പോലെയാണെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, അച്ഛനെ പോലെയോ, എനിക്ക് പിന്നെ വാ പോകാമെന്നൊക്കെ പറഞ്ഞ് തടവിക്കൊണ്ടിരിക്കുന്നതോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നാണം കെട്ട പ്രവൃത്തി തന്നെയെന്ന് ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നീ കുറെ നേരമായല്ലോ ഓവറായിട്ട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ച് അവന്റെ അച്ഛൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് വന്ന് അവളെ അടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റായിട്ട് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അയാളെ തടയുന്നുണ്ട്. അവളുടെ മേലെ കൈവച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്നും ഉടനെ തന്നെ രണ്ടുപേരും ഈ മുറി വിട്ട് പുറത്തു പോകണമെന്നും ഹീറോ താക്കീത് നൽകുന്നതുകൊണ്ട് തന്നെ ഇരുവരും പുറത്തേക്ക് പോകുന്നുണ്ട്. അവന്റെ അച്ഛനെ ആവട്ടെ ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ്, ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി മനസ്സിൽ കരുതുന്നുണ്ട്, എനിക്ക് കിട്ടേണ്ട ഹയർ പൊസിഷൻ കിട്ടാതെ പോയല്ലോ എന്ന് ഓർത്തിട്ടുള്ള നീരസത്തിൽ അവള് ആ ജിയാങ്ങിനെ വിളിക്കുന്നുണ്ട്. ജിയാങ്ങിനോട് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ആരാ അവള്, അവളാ വീട്ടിലെ വേലക്കാരിയാണോ, അവള് കാരണം എന്റെ പ്രമോഷൻ നഷ്ടമായി, അവളെ വെറുതെ വിട്ടൂടാ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ജിയാങ് ചോദിക്കുന്നുണ്ട്, നീ ഇത് ആരെ പറ്റിയാ പറയുന്നത്, ആ ഷെന്നിന്റെ വീട്ടിലെ വേലക്കാരിയെ കുറിച്ചാണോ, അവൾ കാരണം എന്റെ എൻഗേജ്മെന്റ് പാർട്ടി മൊത്തം കുളമായിരിക്കുക, നിനക്ക് അവളെ എതിരാളിയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്കും അവളെ എതിരാളിയാന്നൊക്കെ പറഞ്ഞ് ജിയാങ്ങും ആ പെൺകുട്ടിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹീറോയിൻ അവിടെ നൈറ്റ് ആയപ്പോൾ ഹീറോയിൻ കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അവന്റെ ബർത്ത്ഡേ ആവാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ഈ ബർത്ത്ഡേ ഒരിക്കലും അവൻ മറക്കരുതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ആവട്ടെ അവൾ എപ്പോഴായിരിക്കും എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നേ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളാവട്ടെ സന്തോഷത്തോടെ തന്നെ അവന്റെ അടുത്ത് ചെന്നിട്ട്, ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്, നിങ്ങൾ ആ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറയുന്നു. അടുത്ത നിമിഷം തന്നെ അവിടെ ഒരു ഗംഭീരമായ ഫയർ വർക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഹീറോ സന്തോഷത്തോടെ തന്നെ അത് നോക്കി കാണുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് 2 പോലീസുകാർ വന്നിട്ട്, മേഡം ഫയർ വർക്ക്സ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് പെർമിഷൻ വാങ്ങണം, അത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. അവള് പറയുന്നുണ്ട്, സോറി സാർ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയില്ലായിരുന്നു, ഇനി എന്നെ കൊണ്ടൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല, അതുമാത്രമല്ല അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞു എന്ന് പറയുന്നു. ഇത് കേട്ടെ അവരാവട്ടെ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. അതിനുശേഷം ഹീറോയോട് ചെന്നിട്ട് സോറി പറയുന്നുണ്ട്, എനിക്കറിയത്തില്ലായിരുന്നു, നിങ്ങളെ ഒരുപാട് സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫയർ വർക്ക്സ് വെച്ചത്, അത് ഇങ്ങനെ ഒരു പോലീസ് പ്രശ്നത്തിലേക്ക് ചെന്നെത്തുമെന്ന് അറിയില്ലായിരുന്നു എന്നവൾ പറയുന്നു. പക്ഷെ എന്നെ അവളോട് പറയുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമില്ല, എനിക്ക് ഫയർ വർക്ക്സ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന്. അതിനുശേഷം ഹീറോയിൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ സഹോദരൻ ഉണ്ടായ ഡോക്ടറും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഹീറോയിനാണെന്ന് പദ്ധതി ഇട്ടത് പുറത്തിരുന്ന ഫുഡൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കാമെന്നുള്ളത്. ആ സമയത്ത് ഹീറോയിനാവട്ടെ അവനുള്ള കേക്ക് അവിടെ എത്തിക്കുന്നുണ്ട്. അവന്റെ ഉള്ളില് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വേണം കേക്ക് കട്ടുകയെന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും അവനാവട്ടെ അവളെ പെട്ടെന്ന് തന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ആ കേക്ക് കട്ട് ചെയ്യുന്നു. അതിനുശേഷം അവരവട്ടെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഒരുപാട് ഡ്രിങ്ക്സ് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഹീറോ അവളെ മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓവറായി കുടിച്ചത് കൊണ്ട് തന്നെ ബർത്ത്ഡേ പാർട്ടി സൂപ്പർ ആയിരുന്നു എന്നും വളരെ ഗംഭീരമായിരുന്നു എന്നൊക്കെ അവളെ പിച്ചുമ്പയും പറഞ്ഞിട്ട് അവനെ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് മനസ്സിൽ കരുതുന്നുണ്ട്, താൻ ഇതുവരെയും ഒരു പെൺകുട്ടിയും സ്നേഹിച്ചിട്ടില്ലെന്നും ഇതുവരെയും തന്റെ മനസ്സിലൊരു പെൺകുട്ടി ഇടം നേടിയിട്ടില്ല എന്നും പറഞ്ഞ് അവളെ കിസ് ചെയ്യാനായി പോകുന്നുണ്ട്. അപ്പോഴാണ് അവൻ ആലോചിക്കുന്നത്, ഒരിക്കലും അവളുടെ മേലെ താൻ അഡ്വാൻറ്റേജ് എടുക്കാൻ പാടില്ല എന്ന്. ഹീറോയിനെ കിസ് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ഹീറോ നിന്നിരുന്നത്. എന്നാൽ അബദ്ധവശാൽ അവൾ ഈ സമയത്ത് കണ്ണുകൾ തുറക്കുന്നുണ്ട്. അവൻ പരിഭ്രാന്തിയോടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് തെറ്റായി പെരുമാറാൻ ശ്രമിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അവളും പറയുന്നുണ്ട്, നിങ്ങളെ കിസ്സൊന്നും തരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൈ മാത്രം മതി ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കൈ പിടിച്ചിട്ട് അവള് നല്ല സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. അവനാവട്ടെ വളരെ സന്തോഷത്തോടെ തന്നെ അവളെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയിനാവട്ടെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഹീറോ സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അവൻ മുഖത്തിലൊരു ബുക്ക് വെച്ചുകൊണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അവൾ ആ ബുക്ക് എടുത്തിട്ട് പറയുന്നുണ്ട്, സോറി ബോസ്, ഞാനിന്ന് ഉറങ്ങിപ്പോയി, ഇന്നലെ കുറേയധികം ഡ്രിങ്ക്സ് കഴിച്ചല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഡ്രിങ്ക്സ് കഴിച്ചിട്ട് നിനക്ക് തീരെ ബോധമില്ലായിരുന്നു എന്ന്. ഇന്നലെ എന്താ നീ ചെയ്തു കൂട്ടിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബോധമില്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല ബോസ് എന്ന് നമ്മൾ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ ഇന്നലെ ബോധമില്ലാതെ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും ഒരിക്കലും എന്നെ വിട്ടു പോവില്ല എന്നും പറഞ്ഞ് എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന് പറയുന്നു. ശരിക്കും അവൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അവൾ ഒരു അന്താളിപ്പോട് പറയുന്നുണ്ട്, സോറി ബോസ്, ചിലപ്പോൾ ഞാൻ ഡ്രിങ്ക്സ് ഒരുപാട് കഴിച്ചത് കൊണ്ട് എന്നെ ബോധമില്ലാതെ പറഞ്ഞു പോയതായിരിക്കും, പക്ഷേ എനിക്ക് അതിനെ പറ്റിയൊന്നും ഓർമ്മയില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവളൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ ആലോചിച്ച് നോക്കുന്നുണ്ട്.
ഹീറോ ആവട്ടെ ഒരു രാജാവിനെ പോലും അവളാവട്ടെ ഒരു വേലക്കാരിയെ പോലുമാണ് വേഷമിട്ടിരുന്നത്. വേലക്കാരിയെ അവളാവട്ടെ ഹീറോയെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൾ പതിയെ അയാൾ മയക്കമാണെന്ന് കരുതി അയാളെ തൊടാൻ തുടങ്ങിയപ്പോൾ നീ എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചിട്ട് ഹീറോ ആവട്ടെ അവളെ വാളെടുത്ത് വീശി കൊല്ലാനായി ഒരുങ്ങുന്നു. ഇതൊക്കെ ഓർത്ത് പേടിച്ചിട്ട് അവളാവട്ടെ ബോസ് എന്നെ ഒരിക്കലും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടില്ലേ, എന്റെ മനസ്സിൽ നിങ്ങളോട് അങ്ങനെ ഒരു ചിന്തയില്ല, ഞാൻ എപ്പോഴും നിങ്ങളുടെ വേലക്കാരിയായിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ കാല് മസാജ് ചെയ്യുമ്പോൾ അവൻ അവളെ അടുത്തേക്ക് പിടിച്ചിട്ട് നീ ഇനിയെങ്കിലും സത്യം പറ, നിനക്ക് എൻ്റെ മേലിൽ ഫീലിങ്സ് ഇല്ലേ എന്ന് ചോദിക്കുന്നു. അവൾ കരുതുന്നുണ്ട് ബോസ് എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് കരുതിയിട്ട് തന്നെ അവൾ സത്യമായിട്ടും എനിക്ക് നിങ്ങളുടെ മേലിൽ യാതൊരു ഫീലിങ്സും ഇല്ല, അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല എന്ന് പറയുമ്പോൾ ഹീറോ അവളെ പെട്ടെന്ന് ഹഗ് ചെയ്തിട്ട് ഒരിക്കലും എന്നെ വിട്ടു പോകാതെ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് അവളാവട്ടെ വല്ലാതെ ഷോക്കാവുന്നുണ്ട്. അവളാവട്ടെ ഈ സമയത്ത് പറയുന്നുണ്ട് താൻ കിച്ചണിലേക്ക് പോവുകയാണ്, ഫുഡ് തയ്യാറാക്കാനുള്ള സമയമായെന്നും പറഞ്ഞ് അവള് കിച്ചണിലേക്ക് പോകുന്നു. ഹീറോ ആവട്ടെ ഈ സമയത്ത് ടിയാനെ വിളിച്ചിട്ട് ഹീറോയിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വേണമെന്നും അവൾ ബോധമില്ലാത്ത അവസ്ഥയിൽ ഒരു യുവാവിന്റെ പേര് പറഞ്ഞെന്നും അവൻ ആരാണെന്നും കണ്ടുപിടിക്കണമെന്നും പറയുന്നു. ടിയാനാവട്ടെ ശരി ശരി എന്തായാലും കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ ഹീറോയിനാവട്ടെ അവനുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനായി അവനെ വിളിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവൾ പറഞ്ഞതൊന്നും ഗവനിക്കാതെ ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അവളോട് ദേഷ്യമായത് കൊണ്ടായിരിക്കാം അവളെ വിളിച്ചിട്ട് ഗവനിക്കാതിരുന്നേ എന്ന് കരുതിയിട്ട് അവൾ വിഷമിച്ചവിടെ ഇരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഹീറോ ആണ് ആ ഫോൺ കോൾ അവൾക്ക് എടുത്തു കൊടുക്കുന്നത്. അവളാവട്ടെ സംസാരിക്കാനായി കുറച്ച് അകലേക്ക് മാറി നിൽക്കുമ്പോഴാവട്ടെ ഹീറോ അവള് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന സ്ട്രോബെറി ജാം കാണുന്നുണ്ട്. അവള് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് തന്നെ അവനത് എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നാൽ അവന് ഓൾറെഡി അലർജി ഉണ്ടായിരുന്നു ബെറീസിനോട്. അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് തൊണ്ടയിൽ കൈവച്ച് അസ്വസ്ഥനായിരിക്കുന്ന കണ്ടിട്ട് ഹീറോയും വല്ലാതെ പരിഭ്രാന്തിയായി അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് അവളും അറിയുന്നത് അവന് ഈ ബെറീസ് ഒക്കെ അലർജി ആണെന്നുള്ള കാര്യം. എന്തിനാണ് ഇങ്ങനെ അലർജി ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ചതെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവളാവട്ടെ അവന്റെ ഫ്രണ്ടായ ഡോക്ടറെ വിളിച്ചിട്ട് ഇതുപോലെ ഹീറോയ്ക്ക് സുഖമല്ല, വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ആവട്ടെ ജിഞ്ചർ ടീ എടുത്തിട്ട് വരാനായി അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അവളാവട്ടെ ജിഞ്ചർ ടീ തയ്യാറാക്കാൻ പോയ സമയം കൊണ്ട് തനിക്ക് ശരീരസുഖമില്ലെങ്കിൽ തീർച്ചയായും അവൾ തന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ ആ സ്ട്രോബെറി ജാം വീണ്ടും എടുത്ത് കഴിക്കുന്നു. അങ്ങനെ അവന്റെ മുഖമൊക്കെ അലർജി കാരണം വല്ലാതെ ചുമക്കുന്നുണ്ട്. ഹീറോയുടെ കണ്ടീഷൻ വളരെ മോശമായെന്ന് കണ്ടപ്പോൾ അവൾ വല്ലാതെ പേടിക്കുന്നുണ്ട്. അങ്ങനെ അവളാവട്ടെ അവനെ ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് കുറെ നേരം കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ടീഷൻ ബെറ്റർ ആവുന്നുണ്ട്. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അലർജി ആണെന്ന് അറിയാലോ, പിന്നെന്തിനാ അതെടുത്ത് കഴിച്ചെന്ന്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു, കഴിച്ചപ്പോൾ വളരെ ടേസ്റ്റ് തോന്നി, അതുകൊണ്ടാണ് അതെടുത്ത് കഴിച്ചതെന്ന് ഹീറോ പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അലർജി ഉണ്ടെങ്കിൽ ആ സാധനങ്ങളൊന്നും കഴിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും പറയൂ, അതൊക്കെ താൻ ഉണ്ടാക്കി തരാമെന്ന് അവൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ ചോദിക്കുന്നുണ്ട് നീ നിന്റെ ബോയ് ഫ്രണ്ട് ടോങ്ങിനെ കാണാൻ പോകുന്നില്ലേ എന്ന്. ബോയ് ഫ്രണ്ടോ ടോങ്ങോ അതാരാണെന്ന് അവൾ അവനോട് അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയില്ലേ നീ ബോധമില്ലാത്ത സമയത്ത് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കൊരു ബോയ് ഫ്രണ്ടും ഇല്ല, അതൊരു നായയാണ്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അതിനടുത്തുണ്ടായിരുന്ന ഒരു നായയായിരുന്നു, ഇപ്പോൾ അതിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അവനോട് പറയുന്നു. ഹീറോ ആവട്ടെ ഒരു ടോങ് എന്ന് പറയുന്ന നായക്കുട്ടിക്ക് വേണ്ടിയിട്ടാണോ താൻ ഇത്രയും ടെൻഷൻ അടിച്ചതെന്നൊക്കെ ആലോചിച്ച് വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനാട്ടെ ഗാർഡനിലേക്ക് പോയി അവിടെ ഇരുന്ന ഒരു ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരുന്ന് തന്നെ പെയിന്റിങ് വരയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവളെ കിസ് ചെയ്യുന്ന പോലെയൊക്കെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. അവളാവട്ടെ അവനെ കണ്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട് പെയിന്റിംഗ് ഒക്കെ ഞാൻ വരച്ചു കഴിഞ്ഞു എന്നും ഈ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണെന്നും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മൈൻഡ് വളരെ റിലാക്സ് ആവുന്നുണ്ടെന്നും പറയുന്നു. അതിനുശേഷം അവൾ വരച്ച ഡ്രോയിങ് അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് അതിമനോഹരമാണെന്ന് തന്നെ അവളുടെ ഉടമ പറയുന്നുണ്ട്. അപ്പോൾ അവള് അവനോട് പറയുന്നുണ്ട് നമുക്ക് കുറച്ച് സമയം പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റിയിട്ട് വന്നാലോ എന്ന്. അവനും പറയുന്നുണ്ട് നിന്റെ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ. അടുത്ത ദിവസം ഹീറോയിനാവട്ടെ ഗാർഡനിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താവട്ടെ അവന്റെ അമ്മ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ടെന്നിന്റെ അമ്മ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എന്റെ കുട്ടിയെ കാണാൻ വന്നിരിക്കുകയാണ്, നിന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവള് സംശയത്തോടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടി ഏത് സ്കൂളിലാ പഠിക്കുന്നതെന്ന്. സ്കൂളിലൊന്നും അല്ല പഠിക്കുന്ന, ഷെന്നിന്റെ അമ്മയാണെന്ന് പറയുമ്പോൾ അവള് വല്ലാതെ ഷോക്കാവുന്നുണ്ട്. അവളാവട്ടെ അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി അവർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ഞാനിവിടുത്തെ വേലക്കാരിയാണ്, സാർ ഒരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന്. ആ സ്ത്രീ അവളോട് പറയുന്നുണ്ട് നീ എന്റെ മകനെ നന്നായി തന്നെ നോക്കുന്നുണ്ടെന്നറിയാം, എന്നെ കൊണ്ടോ അവന്റെ കൂടെ ഇരുന്ന് അവനെ നോക്കാൻ പറ്റത്തില്ല, നീ അവന്റെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി നോക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. താൻ തന്റെ മകനെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നും പറയുന്ന സമയത്ത് ടെന്നിന്റെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. ഹീറോയിനാവട്ടെ അയാളെ കണ്ടയുടനെ തന്നെ ഒരു ചൂലുമായിട്ട് അയാളുടെ മുമ്പിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഇവിടെ എന്തിനാ വന്നേ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ അതൊന്നും ഇവിടെ പറ്റില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ അമ്മ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല, നീ പൊക്കോ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഹീറോയിനാവട്ടെ നേരെ കിച്ചണിലേക്ക് പോകുന്നു. അച്ഛനാവട്ടെ അവന്റെ അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് നിങ്ങൾ കരുതുന്ന പോലെ ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല, അവൾ എൻ്റെ ഒരു മകളെ പോലെയാണ്, നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കാഴ്ചയിൽ മാത്രമേ അച്ഛനും മകനും എന്നുള്ളൂ, ഇനി എന്നെ ചതിക്കാൻ നോക്കണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അയാളാവട്ടെ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീ എപ്പോഴും എൻ്റെ കൂടെ വേണമെന്ന് പറയുമ്പോൾ അവരാ കൈ തട്ടി മാറ്റിയിട്ട് ഇനിയും തൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാളെ അടിക്കുമെന്ന് പറയുന്നു.
ഹീറോയുടെ അമ്മ അയാൾ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് കണ്ടിട്ട് ഹീറോയിൻ അവിടെ ഒരു ചൂലെടുത്തോണ്ട് വന്ന് അയാളെ പൊതിരെ അടിക്കുകയും അതിനുശേഷം ബോഡി ഗാർഡ്സിനെ വിളിച്ച് അയാളെ വീട്ടിന് വെളിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഹീറോയുടെ അമ്മയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ നല്ലൊരു സ്ത്രീയാണ്, അയാൾ വളരെ വൃത്തികെട്ടവനാണ്, നിങ്ങൾ അയാളെ ഡിവോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് 2 കുട്ടികളില്ലേ, അവരുടെ കാര്യം ഓർത്ത് നന്നായി സന്തോഷത്തോടെ ജീവിക്കൂ. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് മോശമായ അവസ്ഥയുണ്ടായാലും ഞാൻ നിങ്ങളുടെ കൂടെ കാണുമെന്ന് അവരുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ സന്തോഷത്തോടെ പറയുന്നുണ്ട്, നിന്നെ കാണാനും നിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വളരെ ആശ്വാസം തോന്നുന്നുണ്ട്, നീ വളരെ നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവർ പറയുമ്പോൾ അവളും പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ തന്നെയാ പറയുന്നേന്ന്. അടുത്ത ദിവസം ഹീറോയിൻ ആവട്ടെ ഹീറോയെ വല്ലാതെ മിസ് ചെയ്തതുകൊണ്ട് തന്നെ ആ ഊഞ്ഞാലിൽ വന്നിരുന്ന് ആടുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് വന്ന് അവളെ പെട്ടെന്ന് ആട്ടി വിടുന്നുണ്ട്. അവളൊന്ന് പേടിക്കുന്നുണ്ട്. അവനാവട്ടെ നേരെ നല്ലപോലെ നടന്നു വന്നാണ് അവളെ നിന്നുകൊണ്ടാണ് ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അവളാവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ശരിക്കും നടക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അതേ, എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അവൻ പറയുന്നുണ്ട്. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുന്നുണ്ട്. സർപ്രൈസ് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഊഞ്ഞാലിലേക്ക് ഇരുന്നിട്ട് അവൻ പറയുന്നുണ്ട് ഈ സമയത്ത് അവൾ കേൾക്കത്തന്നെ എൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അവനിങ്ങനെ ഒരുപാട് അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഒരുമാതിരി തോന്നുന്നുണ്ട്. ഉടനടി തന്നെ അവൾ അവിടെ വിട്ട് പോകുന്നുണ്ട്. തിരികെ വന്നപ്പോൾ അവളൊരു ക്യാമറയായിട്ടാണ് വന്നത്. രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കാനായി ഹീറോ ആവട്ടെ പതിയെ അവളുടെ ഷോൾഡറിൽ കൈവെക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അടുത്ത ദിവസം ആവട്ടെ ഹീറോ കിച്ചണിൽ നിന്ന് എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഹീറോയിൻ അവിടെ ഷോക്കായിട്ട് നിങ്ങൾക്ക് ശരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അത്യാവശ്യം നല്ലതാണെന്ന് ഹീറോ പറയുമ്പോൾ അവള് ആ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണങ്ങളെല്ലാം എടുത്ത് നന്നായി തന്നെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം അവനോട് പറയുന്നുണ്ട് അവന്റെ ഫുഡ് വളരെ നന്നായിരുന്നു എന്നും ഇന്നു മുതൽ അവന്റെ ഫുഡിന് ഞാനൊരു അടിമയായിരിക്കും എന്നൊക്കെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു. ഈ സമയത്ത് ഷെന്നിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ എന്ന്. ഉടനടി ഹീറോയും പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല ആന്റി എന്നൊക്കെ അവരോട് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. അവളെ ഹീറോ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങളെങ്കിലും നിങ്ങളുടെ അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ. പക്ഷെ ഹീറോ ആവട്ടെ ജോലികൾ ചെയ്യുന്നതല്ലാതെ അതിന് മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ജോലികളൊക്കെ ചെയ്തതിനു ശേഷം അവൻ അവന്റെ അമ്മയെടുത്ത് സംസാരിക്കാനായി വന്നിരിക്കുന്നുണ്ട്. അവന്റെ അമ്മയാവട്ടെ അവനോട് പറയുന്നുണ്ട്, ഞാനൊരു ഗിഫ്റ്റ് നിനക്ക് തരാൻ പോവുകയാണ്, നീ കൊണ്ടുവരുന്ന പെണ്ണിന് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ്, അതായത് അവരുടെ വീട്ടിലെ മരുമകൾക്ക് അത് കൊടുക്കണമെന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. ഹീറോ ആവട്ടെ അത് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും, നിനക്കെന്നോട് ദേഷ്യമുണ്ടെങ്കിൽ എന്നെ വേണമെങ്കിലും അടിച്ചോ, പക്ഷെ ഇത് വേണ്ടെന്ന് മാത്രം പറയലേ, ഇത് നിനക്ക് അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞ് അവന്റെ അമ്മ വീണ്ടും നീട്ടുമ്പോൾ അത് അവൻ വാങ്ങി വെക്കുന്നുണ്ട്. അതിനുശേഷം അവർ ഇമോഷണലായിട്ട് കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആവട്ടെ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഹീറോയിൻ പോയതിനു ശേഷം ഷെന്നിന്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നിനക്ക് അവളെ ഇഷ്ടമാണല്ലേ? അവനും പറയുന്നുണ്ട് അവളെ ഇഷ്ടമാണെന്ന്. അവന്റെ അമ്മയും പറയുന്നുണ്ട് അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, നിനക്ക് ചേരുന്ന പെൺകുട്ടിയാണെന്ന്. ഹീറോയിൻ ആവട്ടെ ഇതൊക്കെ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ആലോചിക്കുന്നുണ്ട് ബോസ് എപ്പോഴാണ് എന്നെ ലവ് ചെയ്യാൻ തുടങ്ങിയെന്ന്. ഹീറോ ആവട്ടെ എത്രയും വേഗം തന്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് അമ്മയോട് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഇതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. രാത്രി ആയപ്പോഴത്തേക്കും ഹീറോയുടെ അടുത്തേക്ക് ഹീറോയിൻ വരുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് മനസ്സിലായല്ലോ ഹീറോയ്ക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്, ഞാൻ അവനെ ഡേറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. ഇത് കേട്ടപ്പോഴേക്കും ഹീറോയുടെ മുഖമാകെ മാറുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയെ വല്ലാതെ വിഷമത്തോടെ ഇരിക്കുന്ന കണ്ടിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണെന്ന്. അത് കേട്ട ഹീറോ ആവട്ടെ പെട്ടെന്ന് ചിരിക്കാനും അവന്റെ മുഖമാകെ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന്. അതെനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആവട്ടെ അവളെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കരമായി ഡീപ്പായി തന്നെ കിസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ആവട്ടെ ഫോണിലൂടെ ടിയാൻ കാണുന്നുണ്ടായിരുന്നു. അവനാവട്ടെ സന്തോഷം കൊണ്ട് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. എനിക്കിത് ഒട്ടും വിശ്വസിക്കാൻ വയ്യ, ആ പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടിയാണ്, അവളെ എനിക്ക് ചേട്ടത്തിയായി കിട്ടാൻ പോവുകയാണെന്ന് ഓർത്തിട്ട് അവൻ വളരെ സന്തോഷിക്കുന്നുണ്ട്. ഹീറോയുടെ അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്ന്. അവൻ പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, കുറെ നാളുകളായി ഞാൻ നീയുമായി ഇഷ്ടത്തിലായിരുന്നു, പക്ഷേ എനിക്ക് തുറന്നു പറയാൻ സാധിച്ചില്ല. നിനക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് ആ കമ്പനി അടച്ചുപൂട്ടിയല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങളെനിക്ക് ബിസ്ക്കറ്റ് വാങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ കമ്പനി ഞാൻ വാങ്ങിച്ചു, ഇനി നിനക്ക് വേണ്ടി എന്നും അവിടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന്. അവളാവട്ടെ വളരെ സന്തോഷത്തോടെ തന്നെ ഹീറോയുടെ ദേഹത്തേക്ക് ചാടി കയറുന്നുണ്ട്. ശരിക്കും എനിക്ക് വേണ്ടി തന്നെയാണോ ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, അതെ നിനക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലായി തയ്യാറാക്കിയതാണെന്ന് അവൾ പറയുമ്പോൾ സന്തോഷത്തോടെ തന്നെ അവര് കുറെ നേരം റൊമാൻസ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ടിയാൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രണ്ടുപേരും ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ലവ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് ശരിയാണ്, നിങ്ങൾ കേസ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി
മനസ്സിലായതാണെന്ന്. അപ്പോൾ അതെങ്ങനെ നീ കണ്ടു എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഈ വീട് മുഴുവൻ ക്യാമറയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അത് ഞാൻ കാണുമെന്ന് പറയുമ്പോൾ രണ്ടുപേരും ആ വീഡിയോ ഇപ്പോൾ തന്നെ കൈമാറണമെന്ന് പറഞ്ഞുകൊണ്ട് അവന് നേർക്ക് കൈ നീട്ടുന്നുണ്ട്. ഞാൻ അവിടെ അവരെ കിസ് ചെയ്യുന്ന വീഡിയോ ഇരിക്കുന്ന അവന്റെ ഫോൺ ആവട്ടെ അവർക്ക് കൈമാറുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം ഹീറോ കമ്പനിയിലേക്ക് പോയി അവന്റെ എതിരാളികളുണ്ടല്ലോ ജിയാങ്ങും അതുപോലെ അവന്റെ അച്ഛൻ മിസ്ട്രസ്സായി വെച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുമൊക്കെ അവൻ ആ കമ്പനിയിൽ നിന്ന് പുറത്താകുന്നുണ്ട്. അങ്ങനെ കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നുണ്ട്. രാത്രിയായപ്പോഴേക്കും ഹീറോയിന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവളെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട് നിങ്ങളെ വേഗം വിവാഹം കഴിക്കണമെന്നാണ് എന്റെയും ആഗ്രഹമെന്ന്. എന്നാവട്ടെ ഇനി നീയാണ് എന്റെ ഫിയാൻസി എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ കൊടുത്ത ആ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അത് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് മറ്റൊരു സർപ്രൈസും ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവൻ അവൾക്ക് വേണ്ടിയിട്ട് ഫയർ വർക്ക്സ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവളാവട്ടെ അത് കണ്ടിട്ട് വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ട്. അവളാവട്ടെ സന്തോഷത്തിൽ തന്നെ ഹീറോയെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടിയാനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവര് കിസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അവരിരുവരും വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും ഷെന്നും നല്ല സന്തോഷമായി ജീവിക്കുന്നിടത്ത് വെച്ച് നമ്മുടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.